ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആദ്യപാഠങ്ങൾ എന്ന ഈ വചന പഠന പരമ്പരയുടെ 30-ാം ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറിവാക്യം അപ്പോസ്തലപ്രവൃത്തികൾ 2:42 പെന്തക്കോസ്ത് ദിവസത്തിൽ പത്രോസിന്റെ സുവിശേഷ പ്രസംഗം കേട്ട് വിശ്വസിച്ച് സ്നാനപ്പെട്ട് സഭയുടെ ഭാഗമായവർ തുടർമാനമായി ചെയ്തു പോകുന്നത് എന്താണെന്ന് വിവരിക്കുന്ന ആ ആദിമസഭയുടെ അപ്പോസ്തോലിക ആചാരങ്ങൾ പഠിപ്പിക്കുന്ന വാക്യമാണ് അപ്പോസ്തല പ്രവർത്തികൾ 2:42. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. മൂന്നാമത് അവിടെ പറഞ്ഞിരിക്കുന്ന അപ്പം നുറുക്കിയും പോന്നു എന്നുള്ള വിഷയമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നുറുക്കി ആരാധിക്കുന്നതിൽ ഈ ആദിമസഭ ഉറ്റിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്താണ് ആരാധന, എന്താണ് പുതിയ നിയമ ആരാധന എന്നൊക്കെ കണ്ടതിന് ശേഷം അപ്പം നുറുക്കിയുള്ള ആരാധന എന്താണെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു തുടങ്ങിയായിരുന്നു. ഇനിയാണ് അതിൻ്റെ കൂടുതൽ വിഷയങ്ങളിലേക്ക് നമ്മൾ ഈ ആഴ്ച കടക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ചോദ്യം വീണ്ടും അതിൻ്റെ ഉത്തരം വചനത്തിൽ നിന്ന് കണ്ടെത്താൻ നമ്മൾ തുടരുകയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് എന്താണ് അപ്പം നുറുക്കിയുള്ള ആരാധന എന്നുള്ള ആ ചോദ്യത്തിന്റെ പിന്നീടുള്ള പല വിശദാംശങ്ങളിലേക്കും കടക്കാനായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് അപ്പം നുറുക്കിയുള്ള ആരാധന, ആരാണ് അപ്പം നുറുക്കി ആരാധിക്കേണ്ടത്, എപ്പോഴാണ് അപ്പം നുറുക്കി ആരാധിക്കേണ്ടത്, ഇങ്ങനെ 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് അപ്പം നുറുക്കിയുള്ള ആരാധന? കഴിഞ്ഞ ആഴ്ച കണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് ഓർത്തെടുക്കാം. പുതിയ നിയമസഭ ആരാധനയെ മറ്റെല്ലാ ആരാധനയിൽ നിന്നും, പ്രത്യേകിച്ച് അന്നത്തെ കാലത്തെ യഹൂദ ആരാധനകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കിയിരുന്നത് ക്രിസ്തീയ സഭ ആരാധനയുടെ ഏറ്റവും വിശിഷ്ടമായ ഘടകം എന്താണെന്ന് ചോദിച്ചാൽ അത് ആദിമസഭയുടെ മാതൃകയിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർ അപ്പം നുറുക്കിയുള്ള ആരാധന കഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ അപ്പം നുറുക്കുക എന്നുള്ള ആ പ്രയോഗത്തിന്റെ അർത്ഥത്തിലേക്ക് പിന്നെ നമ്മൾ കടന്നു. അതിനായിട്ട് നമ്മൾ ഈ ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും എന്ന് പറയുന്ന 2 ഭാഗങ്ങളിലുള്ള പുസ്തകങ്ങൾ എഴുതിയ രചയിതാവ് ഈ പ്രയോഗം കൊണ്ട് എന്താണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു പഠനം നമ്മൾ നടത്തിയായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അത് ഉപയോഗിച്ചിരിക്കുന്ന 3 വേദഭാഗങ്ങൾ കർത്താവുമായിട്ട് ബന്ധപ്പെടുത്തി അത് ഉപയോഗിച്ചിരിക്കുന്ന 3 വേദഭാഗങ്ങൾ പിന്നെ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് അപ്പം നുറുക്കി നമ്മെ തൻ്റെ ജഡാവതാരം, ക്രൂശുമരണം, ഉയിർത്തെഴുന്നേൽപ്പ് എന്നീ 3 സുവിശേഷ സത്യങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട്, അത് പിന്നീട് അപ്പോസ്തല പ്രവർത്തികളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ അപ്പം നുറുക്കുക എന്ന് പറയുന്നത് ഒരു വളരെ പതിവായിട്ട് ആദിമസഭയിൽ മാറിക്കഴിഞ്ഞിരുന്നു. അതായത് അവർ കർത്താവിൻ്റെ ആ പ്രവൃത്തിയെ ഓർത്തുകൊണ്ട് അപ്പം നുറുക്കി അവൻ്റെ ജഡാവതാരം, ക്രൂശുമരണം, ഉയിർത്തെഴുന്നേൽപ്പ് എന്നിവ ഓർക്കുകയും പ്രസ്താവിക്കുകയും ചെയ്യുന്നത് അവരുടെ ആരാധനയുടെ ഒരു പതിവായിരുന്നു. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ലൂക്കോസ് അപ്പം നുറുക്കുക എന്ന് പറയുന്നത് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ അത്താഴം അല്ലെങ്കിൽ കർത്താവിൻ്റെ മേശ തന്നെയാണ്. അപ്പോൾ കർത്തൃമേശയാണ് നമ്മുടെ ഇവിടുത്തെ വിഷയം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ആഴ്ചത്തെ പഠനം അവസാനിപ്പിച്ചായിരുന്നു. അപ്പോൾ ഈ ആരാധനയ്ക്ക് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന നാമങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. ലൂക്കോസിന്റെ ഭാഷയിൽ അപ്പം നുറുക്കുക. പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ് കർത്താവിൻ്റെ മേശ 1 കൊരിന്ത്യർ 10, അതുപോലെ കർത്താവിൻ്റെ അത്താഴം 1 കൊരിന്ത്യർ 11. വേറൊരു നാമമാണ് വിശുദ്ധ സംസർഗം എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെ വചനത്തിലില്ലേലും അതിൻ്റെ ആധാരം വചനത്തിലുള്ളതാണ്. 1 കൊരിന്ത്യർ 10 16ഉം 17ഉം നമുക്ക് വായിക്കാം. ഈ ആഴ്ചത്തെ മനപ്പാഠ വാക്യമാണ് 1 കൊരിന്ത്യർ 10 16ഉം 17ഉം. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്ന് ആകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. ഇവിടെ അപ്പോസ്തലൻ പറയാണ്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? ഇവിടെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം ചൊല്ലുന്ന, നാം നന്ദി കരേറ്റുന്ന പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? ഈ അപ്പം ഒന്ന് ആയതുകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു എന്ന ആ സത്യം വിളിച്ചറിയിക്കുന്നു. അങ്ങനെ നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന്റെ അംശികളാകുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംശികൾ ആകുന്നു.
നമ്മുടെ ഐക്യത്തെ സൂചിപ്പിക്കുന്ന ഒരു വിഷയമാണിത്. പക്ഷെ ഇവിടെ കണ്ടോ, നാം അനുഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നാം സ്തോത്രം കരേറ്റുന്ന പാനപാത്രം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാണ്. ഈ നുറുക്കപ്പെടുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ്. അപ്പൊ ഇതില് ആത്മീയ തലത്തിൽ ഒരു സംസർഗം കടന്നു വരുന്നുണ്ട്, അല്ലെ? നമ്മൾ പാനപാത്രം കുടിക്കുമ്പോഴും അപ്പം നുറുക്കി അതിനെ തിന്നുമ്പോഴും ഭൗതിക തലത്തിൽ അത് അത്രയുള്ളെങ്കിലും ആത്മീയ തലത്തിൽ നമ്മൾ ക്രിസ്തുവിനെ ഓർത്തുകൊണ്ട് അവനുമായിട്ട് നമുക്ക് ആത്മീയ തലത്തിൽ ഒരു കൂട്ടായ്മയുണ്ട്, ഒരു സംസർഗം കടന്നു വരുന്നു. അതുകൊണ്ടാണ് പലരും ഇതിനെ സഭയിൽ വിശുദ്ധ സംസർഗം, ഹോളി കമ്മ്യൂണിയൻ എന്നൊക്കെ പറയുന്നത്. അത് 1 കൊരിന്ത്യർ 10:16 നമ്മൾ ഈ കണ്ട വാക്യത്തിന്റെ ആധാരത്തിലാണ്. ഇതൊക്കെയാണ് വചനത്തിൽ ഈ ആരാധനയ്ക്ക് നൽകിയിരിക്കുന്ന പേരുകൾ. ചിലര് ഈ അനുഗ്രഹിക്കുന്ന പാനപാത്രം, അപ്പൊ അവിടെ ഒരു സ്തോത്രം പറച്ചിൽ എന്നൊരു അർത്ഥം വരുന്നുണ്ട്. അത് യവന ഭാഷയില് യൂക്കാരിസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് അവിടെ. അതുകൊണ്ടാണ് ചില സഭകളിൽ അതിനെ യൂക്കാരിസ്റ്റ് എന്നും വിളിക്കാറുണ്ട് ഇംഗ്ലീഷിൽ. അതും ഈ വാക്യത്തിൽ നിന്ന് തന്നെ വരുന്നതാണ്. ഇതൊക്കെ വചനത്തിൽ കാണുന്ന വാക്കുകളാണ്. അപ്പം നുറുക്കുക, കർത്താവിന്റെ മേശ, കർത്താവിന്റെ അത്താഴം, അല്ലെങ്കിൽ വിശുദ്ധ സംസർഗം, അല്ലെങ്കിൽ നന്ദി ചൊല്ലുക. എന്നാൽ ചില പരമ്പരാഗത പള്ളികൾ ഇതിനെ ദിവ്യബലി എന്ന് വിളിക്കാറുണ്ട്. കുർബാന. കുർബാന എന്ന് പറയുന്നത് അത് സുറിയാനി ഭാഷയിൽ നിന്ന് വരുന്നതാണ്. നിങ്ങൾക്ക് ഹിന്ദിയും ഉറുദു ഒക്കെ അറിയാമെങ്കിൽ അതിലും ഉണ്ട് കുർബാൻ എന്നൊക്കെ പറയുന്ന ആ വാക്ക്, അല്ലെ? കുർബാന, കുർബാൻ, കോർബാൻ, അല്ലെ? ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഇതൊരു യാഗമാണ്, അല്ലെ? ഇതൊരു ദിവ്യ ബലിയാണ് എന്നൊരു പേരുണ്ട്. അത് വചനത്തിൽ, പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമല്ല. ആ പേര് പുതിയ നിയമത്തിൽ ഇല്ല എന്ന് മാത്രമല്ല, അതിന്റെ പിന്നിലുള്ള ദൈവശാസ്ത്രം, ആ വിശ്വാസം വചനവിരുദ്ധമാണ്. അതെങ്ങനെ കടന്നു വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ആധാരമായിട്ട് അവർ പറയുന്നത് മലാക്കി 1-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളാണ്. നമ്മൾ അതൊന്ന് വായിക്കാം. മലാക്കി 1:7 പിന്നെ 11. നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയുടെ മേശ നിന്ദ്യമെന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. അപ്പോൾ മലാക്കി പുസ്തകം അന്നത്തെ കാലത്തെ യഹൂദന്മാരുടെ പാപങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി ദൈവം അയച്ച ഒരു പ്രവാചകന്റെ വെളിപ്പാടുകളാണ് ആ പുസ്തകത്തിലുള്ളത്. മലാക്കി എന്ന് പറയുന്ന പ്രവാചകൻ. അപ്പൊ ഈ പ്രവാചകൻ ഇങ്ങനെ ഓരോരോ അവരുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ പുസ്തകത്തിന്റെ ഒരു ഘടന. അപ്പോൾ പറയുകയാണ്, നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിച്ചു. അപ്പോൾ അവർ ചോദിക്കുക, ഞങ്ങൾ എങ്ങനെ മലിനമാക്കി? അപ്പൊ അതിന്റെ ഉത്തരം, യഹോവയുടെ മേശ നിന്ദ്യമെന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. അപ്പൊ ഇവിടെ യഹോവയുടെ മേശ എന്ന് വിളിച്ചിരിക്കുന്നത് ആലയത്തിലെ യാഗപീഠത്തിന് വിളിച്ചിരിക്കുന്ന പേരാണ് യഹോവയുടെ മേശ. എന്നിട്ട് ഇതിന് ഉത്തരമായിട്ട് കർത്താവ് പിന്നെ പറയുന്നതാണ് 11-ാം വാക്യം, സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു. എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിച്ച് വരും എന്നാണ്. വരുന്നു എന്നാണ് നമ്മുടെ മലയാളം ബൈബിൾ. പക്ഷേ എബ്രായ ഭാഷയിൽ വരും, അതൊരു ഭാവിയിലേക്കുള്ള ഒരു പ്രവചനമാണ്. എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ അന്നത്തെ കാലത്തെ യഹൂദന്മാരോട് പറയാണ്, നിങ്ങളുടെ ഈ ആരാധനയിൽ എനിക്ക് പ്രസാദമില്ല, പക്ഷെ എനിക്ക് പ്രസാദം വരുന്ന ഒരു ആരാധന നിങ്ങളുടെ ഇടയിൽ മാത്രം വരുമെന്നല്ല, ഭൂമിയിൽ എല്ലായിടത്തും സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ എൻ്റെ നാമം വാഴ്ത്തപ്പെടുന്ന ഒരു കാലം വരുമെന്ന് മലാക്കി പ്രവാചകനിലൂടെ കർത്താവ് പ്രവചിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വേദഭാഗം പ്രാചീന സഭയുടെ കാലത്ത്, അപ്പോസ്തലന്മാരുടെ കാലത്തിലല്ല, അത് കഴിഞ്ഞിട്ട് 1-ാം നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞിട്ട് 2, 3, 4 ഒക്കെ എത്തുമ്പോൾ നമ്മൾ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഈ വാക്യം പല സഭാപിതാക്കന്മാരും എടുത്ത് കർത്താവിന്റെ മേശയുമായിട്ട് ബന്ധപ്പെടുത്താൻ തുടങ്ങി. കണ്ടോ, അന്ന് യഹൂദന്മാര് കർത്താവിന് മലിനഭോജനം അർപ്പിക്കുമായിരുന്നു. ഇന്ന് യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തിലൂടെ ഭൂമിയിലെങ്ങും സുവിശേഷം ജാതികളുടെ ഇടയിൽ പടർന്ന് പന്തലിച്ച്, കണ്ടോ, എല്ലായിടത്തും നിർമ്മലമായ വഴിപാട്, അല്ലെ, ശരിയായ മേശയുടെ ശുശ്രൂഷയിലൂടെ അതാ കർത്താവിന് പ്രസാദകരമായ ആരാധന സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് ഈ വാക്യം പലരും ഉപയോഗിക്കാൻ തുടങ്ങി, ഉദ്ധരിക്കാൻ തുടങ്ങി. അപ്പൊ അതിൽ നിന്നാണ് ഇതിന്റെ ഒരു ആരംഭം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചോദിക്കട്ടെ, യഹോവയുടെ മേശയാണ് ഈ കർത്തൃമേശയെങ്കിൽ ഇതും ഒരു യാഗപീഠമാണോ? അപ്പം അങ്ങനെ പതുക്കെ പതുക്കെ കർത്താവിന്റെ മേശയെ ഒരു യാഗപീഠം എന്നൊരു ചിന്താഗതിയിലേക്ക് അവർ ചിന്തിക്കാൻ തുടങ്ങി. യാഗപീഠം എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ സംഭവിക്കുന്നത്? അവിടെ ബലിയാ സംഭവിക്കുന്നത്.
ആഹാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ആഴ്ചതോറും വന്ന് അപ്പം നുറുക്കുമ്പോൾ എന്തോ അവിടെ സംഭവിക്കുന്നത്? അയ്യോ, അവിടെ നമ്മൾ കർത്താവിനെ വീണ്ടും 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 യാഗമർപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഈ ദിവ്യ ബലി എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക് പരമ്പരാഗത പള്ളികൾ പോയത്. യഹോവയുടെ മേശ യാഗപീഠമാണ്. ഇന്നിപ്പോ കർത്താവിന്റെ മേശയാണ്, അതൊരു യാഗപീഠമാണ്, വാസ്തവത്തിൽ ഒരു യാഗപീഠമാണ്. അവിടെ നിൽക്കുന്ന പുരോഹിതൻ ആഴ്ചതോറും അപ്പം നുറുക്കി കർത്താവിനെ ബലിയർപ്പിക്കുകയാണ്. ഇതാണ് കത്തോലിക്ക സഭ അല്ലെങ്കിൽ ചില പരമ്പരാഗത സഭകളിലൊക്കെ പഠിപ്പിക്കുന്നത്. ആഴ്ചതോറും വാസ്തവത്തിൽ ഈ അപ്പത്തെ എടുത്ത് പ്രാർത്ഥിച്ച് വാഴ്ത്തുമ്പോൾ അവിടെ വസ്തുമാറ്റം സംഭവിച്ച് ഈ അപ്പം ശരിക്കും കർത്താവിൻ്റെ ശരീരമാകുന്നു. അതിനെ നമ്മൾ നുറുക്കുന്നു. അതിനെ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചത്തെ പാപങ്ങൾക്കൊക്കെ വേണ്ടി ദിവ്യ ബലിയായിട്ട് കർത്താവിന് അർപ്പിക്കുന്നു. അങ്ങനെ ആഴ്ചതോറും വീണ്ടും 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 നമ്മൾ കർത്താവിനെ ഇങ്ങനെ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ ആഴ്ചയും ദിവ്യ ബലിയാണ്. അതാണ് കുർബാന എന്ന് പറയുന്ന പരമ്പരാഗത പള്ളികളുടെ വിശ്വാസം. ഒരു രത്ന ചുരുക്കത്തിൽ നമുക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയില്ല. പക്ഷെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന വിശ്വാസം വചനവിരുദ്ധമാണെന്ന് പറയുന്നതിൻ്റെ കാരണം കർത്താവ് അങ്ങനെ വീണ്ടും 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 ഇങ്ങനെ യാഗം അർപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു വ്യക്തിയല്ല. അങ്ങനെയാണ് ആ യാഗം പോരായ്മയുള്ള യാഗം എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. എബ്രായ ലേഖനം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ഏറ്റവും കാതലായ പദം ഒരിക്കലായി എന്നുള്ളതാണ്. അത് വിശദീകരിക്കുന്ന അടുത്ത വാക്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എബ്രായ ലേഖനകർത്താവ് ഒരിക്കലായി എന്നാ പറഞ്ഞിരിക്കുന്ന ആ പദം അടിവരയിട്ട് പറയുകയാണ്. 11-ാം വാക്യം, ഏതു പുരോഹിതനും, അതായത് യഹൂദ ദേവാലയത്തിൽ നിന്നിരുന്ന ഏതു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. വീണ്ടും 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 ഓരോ ദിവസം യഹൂദ ദേവാലയത്തിൽ ഇങ്ങനെ മൃഗങ്ങളുടെ യാഗങ്ങൾ കഴിക്കുന്നതിൻ്റെ കാരണം ആ യാഗങ്ങൾക്ക് പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയത്തില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അതിനെ വീണ്ടും 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 ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടത്. എന്നാൽ യേശുവോ, 12-ാം വാക്യം, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടോ, കർത്താവ് ഒരിക്കലായി മരിച്ചു. ആ യാഗം അത്രയ്ക്ക് പരിപൂർണമായ ഒരു യാഗമായത് കൊണ്ട് തന്നെ അത് വീണ്ടും 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 കഴിച്ചുകൊണ്ടിരിക്കേണ്ട. യാഗം കഴിച്ചിട്ട് പുരോഹിതൻ ഇരുന്നു. എന്നാൽ 11-ാം വാക്യത്തിൽ പുരോഹിതൻ ദിവസേന ശുശ്രൂഷിച്ച് യാഗങ്ങൾ കഴിച്ച് നിൽക്കുന്നു. കണ്ടോ നിങ്ങൾ, 11-ാം വാക്യം പുരോഹിതൻ നിൽക്കുന്നു, 12-ാം വാക്യം യേശുവോ ഇരുന്നു. പൂർത്തീകരിച്ചു. അവൻ്റെ ഏകയാഗം അത്രയ്ക്ക് തികവുള്ളൊരു യാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കർത്തൃമേശ ഒരു ബലിയാണ്. എല്ലാ ആഴ്ചയും വന്ന് വീണ്ടും വീണ്ടും അവനെ യാഗം കഴിക്കുക എന്ന് പറയുന്നത് വചനവിരുദ്ധമാണ്. കർത്താവിൻ്റെ ക്രൂശിലെ യാഗത്തിന് പരിപൂർണതയില്ല എന്ന് തത്വത്തിൽ പറയുന്നതിൻ്റെ ഒരു പ്രശ്നം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ വചനത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ദിവ്യബലി അല്ലെങ്കിൽ കുർബാന എന്ന പേരിട്ട് വിളിക്കേണ്ടത് ശരിയല്ല. മലാക്കി പ്രവചനത്തിൽ യഹോവയുടെ മേശ എന്ന് പറഞ്ഞിരിക്കുന്ന ആലയത്തിലെ അൽത്താര അല്ലെങ്കിൽ യാഗപീഠത്തെക്കുറിച്ചൊന്നും നമ്മളിവിടെ അതുമായിട്ട് കൂട്ടിക്കൊഴിക്കേണ്ട ആവശ്യമില്ല. കാരണം പുതിയ നിയമത്തിലെ ഉപദേശത്തിൽ അതിൽ മാത്രം നമ്മൾ അധിഷ്ഠിതമായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു യാഗപീഠം എന്നൊരു ചിന്ത ഇവിടെ ഇല്ല. ഇവിടെ ഒരിക്കൽ സംഭവിച്ച ഒരു യാഗത്തെ നമ്മൾ ഓർക്കുകയാണ്, അല്ലേ? അപ്പോൾ അപ്പം നുറുക്കുക, കർത്താവിൻ്റെ മേശ, കർത്താവിൻ്റെ അത്താഴം, വിശുദ്ധ സംസർഗം അല്ലെങ്കിൽ നന്ദി ചൊല്ലുന്ന, അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ അത് ആദ്യമേ ഒന്ന് ചൂണ്ടിപ്പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് അപ്പം നുറുക്കിയുള്ള ആരാധന? ഇവിടെ നമ്മൾ ഈ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ആദ്യം നമ്മുടെ ഈ പഠന പരമ്പരയിൽ സ്നാനത്തെക്കുറിച്ച് പഠിച്ചു. ഇപ്പോൾ നമ്മൾ കർത്തൃമേശയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും, സ്നാനവും അതായത് ജലസ്നാനവും കർത്തൃമേശയും കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എന്താ ഇത് രണ്ടും? കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ പ്രതീകങ്ങളാണ് സ്നാനവും കർത്താവിൻ്റെ മേശയും, അല്ലെ? പ്രതീകങ്ങൾ അല്ലെങ്കിൽ സിമ്പൽ എന്നൊക്കെ നമ്മൾ പറയുന്ന, അല്ലെ? ഇത് എന്താ പ്രതീകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രതീകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയാള സൂചകമായി നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു. പക്ഷെ ആ പ്രവൃത്തി വേറൊരു യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു, അല്ലെ?
ചില പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നു, പക്ഷെ അത് അടയാളമാണ് വേറൊരു യാഥാർത്ഥ്യത്തിലേക്ക് ചൂണ്ടിക്കാണിക്കും. ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കുന്നു, വണ്ടി ഓടിക്കാത്തവർക്കും ഇതറിയാം, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വണ്ടി ഓടിക്കുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ആളെ നോക്കുകയാണ്, നിങ്ങളുടെ ഡ്രൈവർ. അയാൾ ഇതാ കുറച്ച് കഴിയുമ്പം കൈയെടുത്ത് പുറത്തോട്ടിടുന്നു, വലത്തെ കൈയെടുത്ത് പുറത്തോട്ടിടുന്നു. എന്താ അത് അടയാളമാണ്. എന്ത്? ഞാൻ എന്താ വണ്ടി വലത്തോട്ട് തിരിക്കാൻ പോകുന്നു, അല്ലെ? ഇപ്പൊ നമ്മുടെ കാറിലൊക്കെ ലൈറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇല്ലെങ്കിലും വലത്തെ കൈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ പുറത്തോട്ടിട്ടാ എന്തോ അതിന്റെ അർത്ഥം? അയാൾ ഇതാ വലത്തോട്ട് തിരിയാൻ പോകുന്നു, അല്ലെ? അപ്പൊ ആ പ്രവൃത്തി കൈയെടുത്ത് പുറത്തോട്ട്, അല്ലെ, നേരെ വലത്തോട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. ആ പ്രവൃത്തി അതാണ്, പക്ഷെ അതൊരു അടയാളമായിട്ട് വേറൊരു യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ ദാ ഇപ്പൊ വണ്ടി വലത്തോട്ട് തിരിക്കാൻ പോകും. അതാണ് നമ്മൾ പ്രതീകം എന്ന് പറയുന്നത്, അല്ലെ? അടയാള സൂചകമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുകയാണ്, പക്ഷെ ആ അടയാളം വേറൊരു യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ, ജീവിതത്തിൽ 2 പ്രതീകങ്ങളാണ് കർത്താവ് വചനത്തിലൂടെ കൽപ്പിച്ച് നമുക്ക് നൽകിയിരിക്കുന്നത്. അതാണ് സ്നാനവും കർത്താവിന്റെ മേശയും, അല്ലെ? അതുകൊണ്ടാണ് ഇതിനെ കർത്താവ് സ്ഥാപിച്ച പ്രതീകങ്ങളാന്ന് പറയുന്നത്, അല്ലെ? ഇവ രണ്ടിലും കർത്താവ് സ്ഥാപിച്ച അടയാള സൂചകമായ ഒരു പ്രവൃത്തിയിലൂടെ നാം നമ്മുടെ വിശ്വാസം പ്രസ്താവിക്കുന്നു, അല്ലെ? ജലസ്നാനത്തിൽ ഞാൻ വെള്ളത്തിൽ മുങ്ങി നിവരുകയാണ്, അതാണ് എൻ്റെ പ്രവൃത്തി, പക്ഷെ അതൊരു അടയാളമാണ്. ഞാൻ കർത്താവിനോട് കൂടെ എൻ്റെ പഴയ മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ ഒരു ആത്മീയ അടക്കം പ്രാപിച്ചിരിക്കുകയാണ്. ഞാൻ കർത്താവിൽ ശുദ്ധീകരണം പ്രാപിച്ച ഒരു പുതുമനുഷ്യനായി ഇതാ എഴുന്നേറ്റ് വരുന്നു. അതാണ് വെള്ളത്തിൽ മുങ്ങി നിവരുന്നത് അടയാള സൂചകമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ആത്മീയ അർത്ഥം. പക്ഷെ പ്രവൃത്തി വെള്ളത്തിൽ മുങ്ങി നിവരുന്നതാണ്. അപ്പോൾ എന്താണ് കർത്തൃമേശ? അത് മനസ്സിലാക്കാൻ നമുക്ക് 1 കൊരിന്ത്യർ 11 23 മുതൽ 26 വരെയുള്ള പൗലോസിന്റെ ഉപദേശം ഒന്ന് വായിക്കാം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു, അല്ലേ? അപ്പോൾ ഇത് കർത്താവ് സ്ഥാപിച്ചതാണെന്ന് വളരെ വ്യക്തമാണ്. കാരണം പൗലോസ് തന്നെ പറയാണ്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ട് നിങ്ങൾക്ക് നൽകിയ ഒരു ഉപദേശമാണിത്. അതുകൊണ്ട് ഇത് കർത്താവ് സ്ഥാപിച്ച അടയാള സൂചകമായ ഒരു പ്രവൃത്തിയാണ്, ഒരു പ്രതീകമാണ്. അപ്പോൾ ഈ വാക്യങ്ങളുടെ വെളിച്ചത്തിൽ എന്താണ് കർത്തൃമേശ? നിർവചനം ഇതായിരിക്കും: കർത്താവിൻ്റെ ശരീരത്തെയും മരണത്തെയും ഓർക്കുവാനും പ്രസ്താവിക്കുവാനും നാം ഭൗതികമായ ഒരു അപ്പം നുറുക്കി തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്ന ഒരു പ്രതീകാത്മകമായ അത്താഴമാണ് കർത്തൃമേശ. കേട്ടോ? കർത്താവിൻ്റെ ശരീരത്തെയും മരണത്തെയും ഓർക്കുവാനും പ്രസ്താവിക്കുവാനും നാം ഭൗതികമായ ഒരു അപ്പം നുറുക്കി തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്ന ഒരു പ്രതീകാത്മകമായ അത്താഴമാണ് കർത്തൃമേശ, അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു, ഈ വേദഭാഗത്തിൽ അപ്പോസ്തലൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് 24-ലും 25-ലും പറയുന്നുണ്ട്, അല്ലേ? ഇത് അവൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങളത് ചെയ്യണം. 26 പറഞ്ഞിരിക്കുകയാണ്, അവൻ്റെ മരണത്തെ നിങ്ങൾ അവൻ വരുവോളം ഇതിലൂടെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കർത്താവിൻ്റെ ശരീരത്തെയും മരണത്തെയും ഓർക്കുവാനും പ്രസ്താവിക്കുവാനും, അല്ലെ? അതാണ് നമ്മൾ ചെയ്യുന്നത്. അവനെ ഓർക്കുന്നു, ആ വിശ്വാസം നമ്മൾ പ്രസ്താവിക്കുന്നു. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മുടെ ഡ്രൈവർ പുറത്തേക്ക് കൈയിടുന്നു എന്ന് പറയുന്ന പോലെ പ്രവൃത്തി എന്താണ്? ഭൗതികമായ ഒരു സാധാരണ അപ്പം നുറുക്കുന്നു, പിന്നെ ഒരു പാനപാത്രത്തിൽ നമ്മൾ വീഞ്ഞു കുടിക്കുന്നു. അതൊരു പ്രതീകാത്മകമായ ഒരു അത്താഴമാണ്, അതൊരു അടയാള സൂചകമായ ഒരു പ്രവൃത്തിയാണ്. എന്തിനെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്? കർത്താവിൻ്റെ ശരീരത്തെയും അവൻ്റെ മരണത്തെയും, അല്ലെ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലൂക്കോസിൽ നിന്നുണ്ട് അവൻ്റെ ജഡാവതാരം, അവൻ്റെ ക്രൂശ് മരണം, അവൻ്റെ ഉയിർത്തെഴുന്നേൽപ്പ്, അല്ലെ? അതെല്ലാം ഇവിടെയുണ്ട്. അവൻ്റെ ശരീരം, അവൻ ജഡാവതാരം ധരിച്ച് മരിക്കുവാനായിട്ടൊരു ശരീരം എടുത്ത് അവൻ ഇതാ ഭൂമിയിൽ കടന്നു വന്നു. അവൻ്റെ മരണം, അവൻ്റെ രക്തം അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ ചീന്തി, അവൻ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് അവൻ്റെ 2ാം വരവിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട് നമ്മൾ അപ്പം നുറുക്കി അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നത്. അല്ല, അവൻ മരിച്ചങ്ങ് പോയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു, അല്ലേ? അപ്പോൾ അങ്ങനെ അടയാള സൂചകമായ ഒരു പ്രവൃത്തിയിലൂടെ നമ്മൾ അവൻ്റെ ശരീരത്തെയും മരണത്തെയും അവനെ ഓർക്കുകയും പ്രസ്താവിക്കുകയും ചെയ്യണം. അതാണ് കർത്തൃമേശ, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരമ്പരാഗത പള്ളികളിൽ വേണ്ടാത്ത പല ഉപദേശങ്ങളും കടന്നു വന്നു. ഇതൊരു ദിവ്യ ബലിയാണ്, അല്ലെ? അങ്ങനെയൊന്നുമില്ല. ഈ അപ്പം
അപ്പം തന്നെയാണ്. കാരണം ഇത് അടയാളമാണ്, അല്ലെ? അല്ലാതെ അപ്പം വസ്തുമാറ്റം സംഭവിച്ച് കർത്താവിന്റെ ശരീരമൊന്നും ആകുന്നില്ല. കാരണം ഇത് അടയാള സൂചകമായ ഒരു പ്രവൃത്തി മാത്രമാണ്, അല്ലെ? അപ്പോ ഇതൊരു അടയാള സൂചകമായ പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ ഇവിടെ അപ്പത്തിനും വീഞ്ഞിനും യാതൊരു വിധത്തിലും വസ്തുമാറ്റം സംഭവിക്കുന്നില്ല. അങ്ങനൊരു ഉപദേശം വചനത്തിൽ നമ്മൾ കാണുന്നില്ല. നാം നുറുക്കുന്ന അപ്പം അക്ഷരാർത്ഥത്തിൽ ഒരിക്കലും കർത്താവിന്റെ ഭൗതിക ശരീരമാകുന്നില്ല. ആ ശരീരത്തിന്റെ ഒരു അടയാളം മാത്രമാണ്. 1 കൊരിന്ത്യർ 10:16 നമ്മൾ ആദ്യം വായിച്ച നമ്മുടെ മനപ്പാഠവാക്യം ഒന്നുകൂടെ ഒന്ന് നോക്കിയേ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്ന രീതി ഒന്ന് നോക്കിയേ. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരമല്ലയോ എന്നല്ല അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അത് ശരിയാണ്. വെറും അപ്പവും വീഞ്ഞും മാത്രമല്ല, ഈ അപ്പവും വീഞ്ഞും പ്രതീകാത്മകമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് നമുക്ക് വിശ്വാസത്താൽ ആത്മീയമായിട്ട് നമുക്ക് അതുമായിട്ടൊരു കൂട്ടായ്മയുണ്ട്. കർത്താവിന്റെ ശരീരം ഈ അപ്പമാകുന്നില്ലേലും ഈ അപ്പം കഴിക്കുമ്പോൾ കർത്താവിന്റെ ശരീരത്തെ ഓർത്ത് അതുമായിട്ടൊരു കൂട്ടായ്മ നമുക്കുണ്ട്, അല്ലെ? വിശുദ്ധ സംസർഗമുണ്ട് ആത്മീയ തലത്തിൽ. പക്ഷെ ഭൗതിക തലത്തിൽ ഈ അപ്പം അപ്പം തന്നെ. അതുകൊണ്ടാണ് നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരമല്ലയോ എന്ന് അപ്പോസ്തലൻ പറയാത്തത്. ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പൊ അതുകൊണ്ട് ഈ അപ്പം ഒരിക്കലും അക്ഷരാർത്ഥത്തിൽ ഭൗതിക ശരീരമൊന്നും ആകുന്നില്ല. ഇനി നമ്മൾ ഈ അടയാളങ്ങളൊന്ന് വിശദമായിട്ട് പഠിക്കാൻ പോവാണ്. കർത്തൃമേശയിൽ അടങ്ങിയിരിക്കുന്ന 4 അടയാള സൂചകമായ പ്രവർത്തികൾ നമുക്കൊന്ന് ധ്യാനിക്കാം, അല്ലെ? അപ്പം മാത്രമല്ല, നുറുക്കിയ അപ്പം, അതാണ് പ്രവൃത്തി. അപ്പം യേശുവിന്റെ ശരീരത്തെ സൂചിപ്പിക്കുന്നു. പക്ഷെ നുറുക്കിയ അപ്പമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതെന്താണ് കാണിക്കുന്നത്? നമ്മുടെ രക്ഷയ്ക്കായി ജഡാവതാരം ധരിച്ച് നമുക്ക് എല്ലാവർക്കും വേണ്ടി നുറുക്കിയ ജീവന്റെ അപ്പമാണ് കർത്താവായ യേശു എന്ന് നുറുക്കിയ അപ്പം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ അപ്പം വെറുതെ അവിടെ ഇരിക്കുകയല്ല. കർത്താവിന് ഒരു ശരീരമുണ്ട്, അല്ലല്ല. കർത്താവ് ആ ശരീരത്തെ നമുക്ക് വേണ്ടി നുറുക്കി, ക്രൂശിൽ നമുക്ക് വേണ്ടി നുറുക്കി. അതാണ് നുറുക്കിയ അപ്പം നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്, അല്ലെ? ഇനി അടുത്തത് പാനപാത്രം മാത്രമല്ല, പകർന്ന പാനപാത്രം, അല്ലെ? അതാ പാനപാത്രം ഒഴിച്ച് നമുക്ക് തരികയാണ്, അല്ലെ? അപ്പൊ അതെന്താണ്? പാനപാത്രത്തിലെ വീഞ്ഞ് അല്ലെങ്കിൽ ആ മുന്തിരി ജ്യൂസ് എന്താണ് അത് സൂചിപ്പിക്കുന്നത്? ദൈവത്തിന്റെ കുഞ്ഞാടായ യേശുവിന്റെ തിരുരക്തത്തെ അത് സൂചിപ്പിക്കുന്നു. ദൈവക്രോധത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന, നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്ന ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം എന്ത് ചെയ്തിരിക്കുന്നു? നമുക്കായി ചൊരിഞ്ഞിരിക്കുന്നു. പുതിയ ഉടമ്പടിയുടെ സ്ഥാപനത്തിനായി അതാ ചൊരിഞ്ഞിരിക്കുന്ന രക്തം. അതാണ് ആ പകർന്ന പാനപാത്രം എന്ന ആ പ്രവൃത്തി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി അപ്പം എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? തിന്നും. അതാണ് അടുത്ത പ്രവൃത്തി, അല്ലെ? അതെന്താ സൂചിപ്പിക്കുന്നത്? യേശുവിന്റെ നുറുക്കപ്പെട്ട ശരീരത്തിലൂടെ എനിക്ക് നിത്യജീവൻ ലഭിക്കുന്നു എന്ന എൻ്റെ വിശ്വാസത്തെ ഇത് സൂചിപ്പിക്കുന്നു. കർത്താവ് ക്രൂശിൽ മരിച്ചു എന്ന് മാത്രമല്ല, അതിലുള്ള വിശ്വാസത്താൽ ഞാൻ നിത്യജീവൻ പ്രാപിക്കുന്നു എന്നുള്ള എൻ്റെ വിശ്വാസത്തെ സൂചിപ്പിക്കുന്നതാണ് ഞാൻ അപ്പം തിന്നുന്നത്. അപ്പം തിന്നുന്നതും പ്രതീകാത്മകമായിട്ട് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ പ്രസ്താവിക്കുകയാണ്. ഞാൻ ഈ നുറുക്കപ്പെട്ട ക്രിസ്തു കാരണമാണ് നിത്യജീവൻ പ്രാപിക്കുന്നത്, എനിക്ക് രക്ഷ കടന്നു വരുന്നത് എന്ന് പ്രസ്താവിക്കുകയാണ് ഞാൻ അപ്പം തിന്നുമ്പോൾ, അല്ലെ? അവൻ ജീവൻ കൊടുത്തത് കൊണ്ടാണ് ഞാനും ജീവിക്കുന്നത്, അല്ലെ? യോഹന്നാൻ 6 പോയാൽ കൂടുതൽ വായിക്കാം. അവന്റെ ശരീരത്തെ നമ്മൾ വിശ്വാസത്താൽ ഭക്ഷിച്ച് അതിന്റെ ഭാഗമാകുകയാണ്, അല്ലെ? അങ്ങനെ അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ജീവനുള്ളത്. അവന്റെ ആ ഐക്യം, ആ കൂട്ടായ്മ, അവനുമായി ഏകീഭവിച്ച് അവനുമായിട്ട് ചേർന്ന് ഒന്നായത് കൊണ്ടാണ് എനിക്ക് രക്ഷയുള്ളത്. അതാണ് അപ്പം തിന്നുക, അല്ലെ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് ഊർജം ലഭിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? അങ്ങനെ നമ്മുടെ ജീവൻ നൽകുന്ന കാര്യമാണ് ഭക്ഷണം. എന്ന് പറഞ്ഞ പോലെ നീയാണ് എൻ്റെ ഭക്ഷണം കർത്താവേ. ആത്മീയ അർത്ഥത്തിൽ, അല്ലെ? ഞാൻ ജീവിച്ചിരിക്കുന്നത്, എനിക്ക് നിത്യജീവൻ ലഭിച്ചിരിക്കുന്നത്, രക്ഷ ലഭിച്ചിരിക്കുന്നത് ഞാൻ നിന്നെ വിശ്വാസത്താൽ ഏറ്റെടുത്ത് നിന്നിലായിരിക്കുന്നത് കൊണ്ടാണ്, അല്ലെ? അപ്പൊ ആ കൂട്ടായ്മയെ സൂചിപ്പിക്കുന്ന, ആ വിശ്വാസത്തെ സൂചിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഞാൻ അപ്പം തിന്നുന്നു. അതുപോലെ തന്നെയാണ് പാനപാത്രം കുടിക്കുന്നത്, അല്ലെ? രക്തത്താൽ എനിക്ക് പ്രായശ്ചിത്തം ലഭിച്ചിരിക്കുന്നു, അല്ലെ? റോമർ 3 പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രായശ്ചിത്തം ക്രിസ്തുവിന്റെ ക്രൂശാണ്. അവന്റെ ക്രൂശ് മരണമാണ് എനിക്ക് പാപമോചനം നൽകുന്നത്. അങ്ങനെ എൻ്റെ പ്രായശ്ചിത്തവും പാപമോചനവും കർത്താവിന്റെ രക്തത്തിൽ മാത്രം എനിക്ക് ലഭിക്കുന്നു എന്ന എൻ്റെ വിശ്വാസത്തെ ഞാൻ ഈ പാനപാത്രം കുടിക്കുന്നതിലൂടെ പ്രസ്താവിക്കുകയാണ്, അല്ലെ? അപ്പൊ എല്ലാ പ്രവൃത്തികൾക്കും ഇതിനകത്ത് അർത്ഥമുണ്ട്. നുറുക്കിയ അപ്പത്തിനൊരു അർത്ഥമുണ്ട്, പകർന്ന പാനപാത്രത്തിനൊരു അർത്ഥമുണ്ട്, അപ്പം തിന്നുന്നതിനൊരു അർത്ഥമുണ്ട്, പാനപാത്രം കുടിക്കുന്നതിനും ഒരർത്ഥമുണ്ട്, അല്ലെ? അങ്ങനെ അടയാള സൂചകമായ ഒരു പ്രതീകാത്മക
അത്താഴമാണ് കർത്തൃമേശ. ഇവിടെ ബലിയൊന്നും സംഭവിക്കുന്നില്ല, വസ്തുമാറ്റം സംഭവിക്കുന്നില്ല, പാപമോചനം ലഭിക്കാൻ വേണ്ടി നമ്മൾ കർത്താവിന് യാഗമൊന്നും കഴിക്കുന്നില്ല. ഇവിടെ ഏകയാഗമായ കർത്താവിൻ്റെ ക്രൂശുമരണത്തെ നമ്മൾ ഓർക്കുകയാണ്, എന്നിട്ട് അതിലുള്ള നമ്മുടെ വിശ്വാസം പ്രസ്താവിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഇതാണ് അപ്പം നുറുക്കിയുള്ള ആരാധന എന്താണെന്നുള്ള നമ്മുടെ ഒരു നിർവചനം. നമ്മൾ അതിലേക്ക് കടന്നേ ഉള്ളൂ. ഇനി എങ്ങനെയാണ് അപ്പം നുറുക്കിയുള്ള ആരാധന? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1 കൊരിന്ത്യർ 11:20 വാക്യം മനസ്സിൽ വെക്കണം. കൊരിന്ത്യ സഭയോട് പൗലോസ് ഈ കർത്താവിൻ്റെ അത്താഴത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ആ ഉപദേശ ഭാഗത്തിൽ പറയുന്നതെന്ന് കേട്ടെ. 11:20 നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത്. അയ്യോ, അവരെല്ലാ ആഴ്ചയും കൂടി വന്ന് കർത്താവിൻ്റെ അത്താഴമൊക്കെ കഴിച്ച് സഭയായിട്ട് കൂടിക്കൊണ്ട് ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോഴാണ് പൗലോസ് കൊരിന്ത്യ ലേഖനം എഴുതി പറയുക, നിങ്ങൾ ഈ കഴിക്കുന്നത് കർത്താവിൻ്റെ അത്താഴമൊന്നും അല്ലെന്ന്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാമെന്ന് അറിയാമോ? എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചേച്ച് അത് കർത്തൃമേശയാന്ന് വിളിച്ചിട്ട് കാര്യമില്ല. കൊരിന്ത്യ സഭയിൽ അതായിരുന്നു. അവർ പറഞ്ഞുകൊണ്ടിരുന്ന അവർ കർത്തൃമേശ എല്ലാ ആഴ്ചയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൗലോസ് പറയാം, നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പല കാര്യങ്ങളും വചനപ്രകാരം ഒന്നും പാലിക്കാതെയായിരുന്നു അവർ കർത്തൃമേശ. ചുമ്മാ കുറെ അപ്പം നുറുക്കിയത് കൊണ്ടും എന്തെങ്കിലും പാനപാത്രം കുടിച്ചതുകൊണ്ടും അത് കർത്തൃമേശയാകുകയില്ല. അപ്പോൾ കൊരിന്ത്യരുടെ കാര്യത്തിൽ പൗലോസിന് തിരുത്തേണ്ടി വന്നതുപോലെ വചനപ്രകാരം നാം ഇത് ആചരിച്ചില്ലെങ്കിൽ അത് കർത്താവിൻ്റെ അത്താഴമാണെന്ന് സ്വർഗം സാക്ഷ്യപ്പെടുത്തുകയില്ല. കൊരിന്ത്യ സഭ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ഇവിടെ കർത്തൃമേശയൊക്കെ പാലിക്കാറുണ്ട്, ആചരിക്കാറുണ്ടെന്ന്. ദൈവാത്മാവ് പൗലോസിനോട് പറയുക, നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നുമല്ല കർത്തൃമേശ. അപ്പോൾ സഭ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊരു കൂട്ടം ആളുകൾ സഭയായിട്ട് വന്നിട്ട് നമ്മൾ കർത്തൃമേശ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വർഗം സാക്ഷ്യപ്പെടുത്തണം. അതിനെന്ത് വേണം? ദൈവവചനം അനുസരിച്ച് ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ച് അത് തന്നെ ആചരിക്കണം. വചനപ്രകാരം കർത്തൃമേശ ആചരിച്ചെങ്കിലേ സ്വർഗം പറയത്തുള്ളൂ, എൻ്റെ മക്കൾ ഇതാണ്ട് ഒന്നിച്ചുകൂടി ഇതാ കർത്തൃമേശ ആചരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പൗലോസ് അവർക്ക് ഉപദേശം കൊടുക്കുന്നത്. നമ്മൾ 23 മുതൽ 26 വരെ വായിച്ചു. നമുക്ക് 23 മുതൽ 31 വരെയുള്ള ആ വേദഭാഗം നമുക്കൊന്നുകൂടെ ഒന്ന് വായിക്കാം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്കു വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇതു ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ഈ ഉപദേശ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ പൗലോസ് 3 കൽപ്പനകൾ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. 24ഉം 25ഉം കർത്താവിൻ്റെ തന്നെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് പറയുന്ന ഈ വേദഭാഗം 24ലും 25ലും നമ്മൾ കാണുന്നത് കർത്തൃമേശ ആചരിക്കുമ്പോൾ കർത്താവിനെ ഓർക്കുക. അത് വളരെ കാതലായൊരു വിഷയമാണ്, അല്ലെ? കർത്താവിനെ ഓർക്കണം. 24 പറഞ്ഞിരിക്കുകയാണ്, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ, അല്ലെ? പിന്നെ ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകും, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്പോൾ അത് വളരെ കാതലായ ഒരു വിഷയമാണ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഉത്തരവാദിത്തമാണ്. ഇത് അവനെ ഓർത്തുകൊണ്ട് ചെയ്യണം. അല്ല ചുമ്മാ ഒരു അപ്പം തിന്നി, ചുമ്മാ ഒരു പാനപാത്രം, അല്ലേ? അങ്ങനെ ചെയ്യരുത്. ഏതെങ്കിലുമൊക്കെ ആരാധനാലയത്തിൽ പോകുമ്പോൾ കുറെ പ്രസാദം കിട്ടുന്ന പോലെ ചുമ്മാ വാങ്ങിച്ച് കുടിക്കേണ്ട കാര്യമല്ല ഇത്. കർത്താവിനെ ഓർത്തുക്കണം. കാരണം എന്താണ്? ഇത് അടയാള സൂചകമായ പ്രതീകാത്മകമായ അത്താഴമാണ്. അപ്പോൾ ചുമ്മാ അപ്പത്തെയും വീഞ്ഞിനെയും മാത്രം നോക്കി ഇത് ചെയ്യാൻ പാടില്ല. ഇത് സൂചിപ്പിക്കുന്ന ആത്മീയ യാഥാർത്ഥ്യങ്ങൾ ഓർത്തുകൊണ്ട് വേണം, കർത്താവ് എന്ന് പറയുന്ന വ്യക്തിയെ ഓർത്തുകൊണ്ട് വേണം ഇത് ചെയ്യുവാൻ, അല്ലെ? അവനെ ഓർത്തുകൊണ്ട് അവനെ ആരാധിക്കണം. ഇതെപ്പോഴും മറന്നു പോകാറുണ്ട്. അപ്പം നുറുക്കിയുള്ള ആരാധനയാണ്. ഈ 2 ആഴ്ചത്തെയും പഠനത്തിൽ കണ്ടോ എപ്പോഴും പറയുന്നത് അപ്പം നുറുക്കി എന്നല്ല, അപ്പം നുറുക്കിയുള്ള ആരാധനയാണിത്. അത് മറന്നു പോകരുത്. ആരാധനയാണിത്. എന്താണ് ആരാധന എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നല്ലോ. എന്താണ് ആരാധന? സ്തുതി പറയുന്നു, സ്തോത്രം പറയുന്നു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ആരാധന, അല്ലെ?
സ്തോത്രം പറയുക എന്ന് പറഞ്ഞാൽ നന്ദി പറയുകയാണ്. സ്തുതി എന്ന് പറഞ്ഞാൽ കർത്താവ് എത്ര വലിയവനാണെന്ന് ഓർത്തുകൊണ്ട് അവനെ പുകഴ്ത്തുന്നതിനെയാണ് സ്തുതി എന്ന് പറയുന്നത്. ആരാധന എന്താണ്? ആരാധന എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ ദൈവമേ നിനക്കാണ് ഒന്നാം സ്ഥാനം, നീയാണ് എൻ്റെ ജീവൻ്റെ ജീവൻ, നീയാണ് എനിക്ക് ഏറ്റവും വിലയേറിയത്, നിന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ട് ആഗ്രഹിക്കുന്നത്, നീയാണ് എൻ്റെ ഹൃദയത്തിൽ ഏക നിക്ഷേപവും, എൻ്റെ ഹൃദയത്തിൻ്റെ ആദ്യ സ്നേഹവും, നിന്നെ ഒഴികെ എനിക്കൊരു നന്മയും വേണ്ട കർത്താവേ, നീയാണ് എൻ്റെ നന്മ, നീയാണ് എൻ്റെ എല്ലാം, നീയാണ് എൻ്റെ ജീവൻ എന്ന് പറയുന്നതിനെയാണ് ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ അപ്പം നുറുക്കി ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിൻ്റെ ആ ത്യാഗസമ്പൂർണമായ ക്രൂശ് മരണം ഓർത്തുകൊണ്ട് അവൻ എന്നെ എങ്ങനെ സ്നേഹിച്ചു, എന്നെ രക്ഷിക്കുവാൻ വേണ്ടി എന്തെല്ലാം പങ്കപ്പാട് അവൻ സഹിച്ചു, അവൻ ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ കർത്താവെ അവൻ കടന്നു വന്നല്ലോ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചല്ലോ, നിന്റെ രക്തം ചീന്തിയത് കൊണ്ടാണല്ലോ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്, എനിക്കിന്ന് നിത്യജീവനുള്ളത്, ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന് ഓർത്തുകൊണ്ട്, ആ പ്രവൃത്തിയെ ഓർത്തുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അതുകൊണ്ട് കർത്താവെ നീ തന്നെയാണ് എൻ്റെ ഹൃദയത്തിലെ ആദ്യ സ്നേഹവും ഏക നിക്ഷേപം, നീയാണ് എനിക്ക് ജീവന്റെ ജീവൻ. കാരണം എന്താ? നീ ഇങ്ങനെ എന്നെ സ്നേഹിച്ചു, നീ ഇങ്ങനെ എന്നെ ക്രൂശ് മരണത്തിലൂടെ വിടുവിച്ചു, നീ ഇങ്ങനെ എനിക്ക് പാപമോചനത്തിനായിട്ട് ത്യാഗസമ്പൂർണമായ സ്നേഹം കാഴ്ചവെച്ചു. കണ്ടോ? കർത്താവിനെ ഓർത്തുകൊണ്ട് അവനെ ആരാധിക്കണം. അവനെ ആരാധിക്കണം. അതാണ് ഒന്നാമത്തെ വിഷയം. കർത്താവിനെ ഓർത്തുകൊണ്ട് അവൻ്റെ ആ സ്നേഹം, നിസ്തുല്യമായ സ്നേഹമോർത്തുകൊണ്ട് പറയണം, നിന്നെ പോലെ ആരുമില്ല കർത്താവ്, എൻ്റെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം നിനക്ക് തന്നെ ആയിരിക്കും, നീയാണ് എൻ്റെ ജീവന്റെ ജീവൻ. അബ്രഹാം പറഞ്ഞതുപോലെ കർത്താവ് ഇസഹാക്കിനെയൊക്കെ വേണം ഞാൻ യാഗം ചെയ്യാം, കർത്താവെ നീയാണ് എനിക്കൊന്നാമൻ, നീയാണ് എൻ്റെ എല്ലാം, നീയാണ് എൻ്റെ ഹൃദയത്തിലെ നിക്ഷേപം, നീയാണ് എൻ്റെ ജീവന്റെ ജീവൻ എന്ന് നമ്മൾ ആരാധിക്കണം അവനെ, അല്ലേ? അതാണ് കർത്താവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ശരീരത്തെ വിവേചിക്കണം, അല്ലെങ്കിൽ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ കൽപ്പന, ശരീരത്തെ വിവേചിക്കണം. ശരീരത്തെ വിവേചിക്കുക എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് അവിടെ കർത്താവിൻ്റെ ശരീരത്തെ നമ്മൾ മനസ്സിലാക്കണം. ഈ അപ്പത്തെയും മീഞ്ഞിനെയും മാത്രം കണ്ടാൽ പോരാ, ഇത് ചൂണ്ടിക്കാണിക്കുന്ന ആ ആത്മീയ യാഥാർത്ഥ്യം മനസ്സിൽ വെച്ച് അതിന് കൊടുക്കേണ്ട ആദരവും ആ യോഗ്യമായ വണ്ണം വേണം ഇതിനെ ഭക്ഷിക്കാൻ, അല്ലേ? അതാണ് ഒന്നാമത്തെ അർത്ഥം. ശരീരത്തെ നമ്മൾ വിവേചിക്കണം, അല്ലേ? അതൊരു വലിയൊരു വിഷയമാണ്. ഇതൊരു പ്രതീകാത്മകമായ അത്താഴമായതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന യാഥാർത്ഥ്യം മാത്രം കണ്ടാൽ പോരാ. ഒരപ്പം ഇരിക്കുന്നു, ഒരു വീഞ്ഞിരിക്കുന്നു, കുറെ ആളുകൾ തിന്നുന്നു, കുടിക്കുന്നു, അത് മാത്രം കണ്ടാൽ പോരാ. നമ്മൾ ആത്മീയ കണ്ണുകൾ കൊണ്ട് ഇത് സൂചിപ്പിക്കുന്ന ആത്മീയ യാഥാർത്ഥ്യം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇതിൽ നമ്മൾ പങ്കെടുക്കാൻ. അതിന് കൊടുക്കേണ്ട ആദരവും അതിന് കൊടുക്കേണ്ട ബഹുമാനവും ഒക്കെ ഇതിൽ പ്രകടമാകണം, അല്ലെ? ആ ഒരു ആദരസൂചകമായ ഒരു മനസ്സോടെ വേണം നമ്മൾ ഇതിൽ പങ്കെടുക്കാൻ. ശരീരം എന്ന് പറയുമ്പോൾ രണ്ടാമതൊരു അർത്ഥവും കൂടെ ഉണ്ട്. 1 കൊരിന്ത്യർ നമ്മുടെ മനപ്പാഠവാക്യം അതിൻ്റെ 17-ാം വാക്യം, 1 കൊരിന്ത്യർ 10:17, അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. അതും നമ്മൾ മനസ്സിൽ വെക്കണം, അല്ലേ? നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധവും നമ്മളും കൂട്ടുവിശ്വാസികളുമായിട്ടുള്ള ബന്ധവും ആ ശരീരവും നമ്മൾ വിവേചിക്കണം, അല്ലേ? ഇവിടെ കൊരിന്ത്യ സഭയിൽ അതൊക്കെയായിരുന്നു പ്രശ്നം. അവർ തമ്മിലുള്ള ബന്ധമൊക്കെ വല്ലാത്ത രീതിയിൽ വചനപ്രകാരം ഒന്നും ക്രമീകരിക്കാതെ ചുമ്മാ വന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തത് കൊണ്ടാണ് നേരത്തെ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ഈ കൂടി വരുമ്പോൾ ചെയ്യുന്നതൊന്നും കർത്താവിൻ്റെ മേശയൊന്നുമല്ല. നിങ്ങൾ അങ്ങനെയൊക്കെ പേരിട്ടൊക്കെ വിളിക്കുമായിരിക്കും, പക്ഷെ അതൊന്നും അല്ല. കാരണം അവർ ശരീരത്തെ വിവേചിക്കാതെ, കർത്താവിൻ്റെ ശരീരമാണിത് സൂചിപ്പിക്കുന്നതെന്നുള്ള ഒരു ആദരവില്ലാതെ, കർത്താവിൻ്റെ ശരീരമായ സഭയോട് നേരെ ചൊവ്വയുള്ള സ്നേഹബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാതെ ഇത് വന്ന് ചുമ്മാ പ്രസാദം പോലെ തിന്നേച്ചു പോയാൽ അത് ശരീരത്തെ വിവേചിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇത് സൂചിപ്പിക്കുന്ന ആത്മീയ യാഥാർത്ഥ്യങ്ങൾക്ക് കൊടുക്കേണ്ട ആദരവോടെ ഭയബഹുമാനത്തോടെ വേണം ഇതിൽ വന്ന് പങ്കെടുക്കുവാൻ. ഇല്ലെങ്കിൽ എന്തോ പറ്റും? 1 കൊരിന്ത്യർ 11:29, ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഈ അപ്പവും വീഞ്ഞും സാധാരണ അപ്പവും വീഞ്ഞും ഒക്കെ തന്നെ, പക്ഷേ ഇത് സൂചിപ്പിക്കുന്ന ആത്മീയ യാഥാർത്ഥ്യങ്ങൾ വളരെ വളരെ കാതലായതാണ്. അതിന് കൊടുക്കേണ്ടതായിട്ടുള്ള ആദരവ് കൊടുക്കാതെ നമ്മൾ തിന്നുകയാണെങ്കിൽ അതിന് ശിക്ഷാവിധിയൊക്കെ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ചിലരൊക്കെ മരിച്ചും പോയെന്ന്. അപ്പോൾ കത്രുമേശ ഇച്ചിരി ഭയത്തോടെ കടന്നു വരേണ്ടതാണ്. കാരണം അത് നേരെ ചൊവ്വേ ചെയ്തില്ല എന്ത് പറ്റും? ചിലപ്പോൾ മരിച്ചേനങ്ങ് പോകുമെന്ന്. അത് കർത്താവ് കൊടുക്കുന്ന ഒരു ബാലശിക്ഷയാണ്, അല്ലേ? അപ്പോൾ ശരീരത്തെ വിവേചിക്കണം, അല്ലേ? ഇത്
പ്രതീകാത്മകമായ ഒരു അത്താഴമാണ്. ഇത് സൂചിപ്പിക്കുന്ന, ഇത് പ്രതിനിധാനം ചെയ്യുന്ന ആത്മീയ യാഥാർത്ഥ്യങ്ങൾക്ക് കൊടുക്കേണ്ട ആദരവോടെ, ഭയഭക്തി ബഹുമാനത്തോടെ വേണം നമ്മൾ ഇതിൽ പങ്കെടുക്കുവാൻ. മൂന്നാമതായിട്ട് ഇവിടെ 28-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന കൽപ്പനയാണ്, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. അല്ലെ? അപ്പൊ അതിനകത്തൊരു പരിശോധന കടന്നു വരികയാണ്. ഞാനിത് കഴിക്കാൻ യോഗ്യനാണോ എന്നൊരു ചോദ്യം കടന്നു വരുന്നുണ്ട്. അല്ലെ? നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തിട്ട് ഇതിൽ ഭാഗമാകുവാൻ എനിക്ക് പ്രാഗൽഭ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണം ഇതിലേക്ക് കടക്കുവാൻ. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ മൂന്നാമത്തെ ചോദ്യം, ആരാണ് ഈ അപ്പം നുറുക്കി ആരാധിക്കേണ്ടത് എന്നുള്ളതിൽ നമ്മൾ കൂടുതൽ കാണും. പക്ഷെ ഇവിടെ ആ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കണം, ശോധന ചെയ്യണം. അല്ലെ? അങ്ങനെ 3 കൽപ്പനകൾ നമ്മളിവിടെ കാണുന്നുണ്ട്. കർത്താവിനെ ഓർക്കുക, ശരീരത്തെ വിവേചിക്കുക, തന്നെത്താൻ ശോധന ചെയ്യുക. അത് മനസ്സിലാക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഇതൊരു ഓർമ്മ പുതുക്കൽ അത്താഴമാണ്. അല്ലെ? കർത്താവ് ക്രൂശിൽ ചെയ്ത പ്രവൃത്തി, അവന്റെ ജീവൻ, അവന്റെ മരണം, അവന്റെ പുനരുത്ഥാനം, ഇതെല്ലാം ഓർത്തുകൊണ്ട്, ആ സുവിശേഷ സത്യങ്ങളെ ഓർത്തുകൊണ്ട് ഒരു ഓർമ്മ പുതുക്കൽ അത്താഴമാണിത്. അങ്ങനെ ഓർമ്മ പുതുക്കൽ അത്താഴമായതിനാൽ വ്യക്തിപരമായി എന്നോടുള്ള കർത്താവിന്റെ ത്യാഗസമ്പൂർണമായ സ്നേഹത്തെ ഓർത്ത് സ്തോത്രത്തോടെ ഞാൻ ഇതിൽ പങ്കെടുക്കണം. ഇത് ആരാധനയായിട്ട് മാറണം. അല്ലെ? അവന്റെ സ്നേഹത്തെ ഓർത്തു എന്ന് മാത്രം പോരാ, ആ ഓർത്ത് അതിനുള്ള ഒരു പ്രതികരണം എന്ന രീതിയിൽ എന്നിൽ നിന്ന് സ്തോത്രങ്ങൾ ഉയരണം, അവനോട് ആരാധന കടന്നു വരണം. ഇതൊരു ആരാധനയാണ്. അല്ലെ? ആ ഓർമ്മ പുതുക്കലിലൂടെ ഒരു ആരാധന. ഇതൊരു പ്രതീകാത്മകമായ അത്താഴമായതിനാൽ ഈ അടയാളങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആത്മീയ യാഥാർത്ഥ്യങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞ് വിശ്വാസത്തോടെ പങ്കുചേരണം. അതാണ് ശരീരത്തെ വിവേചിക്കുക, വിശ്വാസത്തോടെ ഇതിൽ പങ്കെടുക്കണം. ഇത് സൂചിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഇന്നതാണെന്ന് മനസ്സിലാക്കി വിശ്വാസ കണ്ണോടുകൂടെ അത് കണ്ട് നമ്മൾ ഇതിൽ ഭാഗമാക്കണം. കാരണം ഇത് പ്രതീകാത്മകമായ അത്താഴമാണ്. ഇനി മൂന്നാമതായിട്ട് ഇതൊരു പ്രസ്താവനയാണ്. അല്ലെ? അവന്റെ വരവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പൊ ഇതൊരു പ്രഖ്യാപന അത്താഴമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനത്തിന് യോഗ്യമാം വണ്ണം ഞാൻ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണം, ആ പരിശോധന നടത്തിയിട്ട് വേണം ഇതിന്റെ ഭാഗമാകാൻ. ഈ സംസർഗം, ഈ പങ്കാളിത്തം, അവകാശപ്പെടുന്ന ഉടമ്പടി സത്യത്തിൽ ഞാൻ വാസ്തവമായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമേ ഞാൻ ഇതിൽ പങ്കെടുക്കാവുള്ളൂ. കാരണം ഇതൊരു ഓർമ്മ പുതുക്കൽ മാത്രമല്ല, ഇതിനകത്തൊരു പ്രസ്താവനയുണ്ട്. കർത്താവ് മരിച്ചു, ആ മരണത്തെ ഞാൻ സ്വീകരിച്ചു, ഞാൻ അത് കാരണം ജീവിക്കുന്നു, ഞാൻ നിത്യജീവനായിട്ട് കർത്താവിലേക്ക് കടന്നു വന്നിരിക്കുന്നു, ഞാൻ അവൻ്റെതായി, ഞാൻ ഇനി അവന് വേണ്ടി നടക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ഇതിലൂടെ ഏറ്റുപറയുകയാണ്. ആ ഏറ്റുപറച്ചിൽ വെറും പറച്ചിൽ മാത്രമാണെങ്കിൽ ഇത് ആപത്താണ്. ഇതിൽ പങ്കെടുക്കുന്നത് അത് വെറും കപടഭക്തിയായി പോകും. അപ്പോൾ അവനിൽ വിശ്വസിച്ചവനാണോ, അവന്റെ ആ വിശുദ്ധിക്കൊത്തവണ്ണം നടക്കുന്നവനാണോ, ഇതൊക്കെ നമ്മൾ പരിശോധിച്ചിട്ടേ ഇതിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇതൊരു പ്രഖ്യാപന അത്താഴമാണ്. അപ്പൊ ഇതൊരു ഓർമ്മ പുതുക്കൽ അത്താഴമാണ്. അതുകൊണ്ട് സ്തോത്രത്തോടെ, ആരാധനയോടെ നമ്മൾ ഇതിൽ പങ്കെടുക്കണം. ഇതൊരു പ്രതീകാത്മകമായ അത്താഴമാണ്. അതുകൊണ്ട് അടയാളങ്ങളെ നമ്മൾ വിശ്വാസ കണ്ണുകളോടെ വിവേചിച്ച് അതിൻ്റെ ആത്മീയ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി വേണം ഇതിൽ പങ്കെടുക്കുവാൻ. ഇതൊരു പ്രഖ്യാപന അത്താഴമാണ്. അതുകൊണ്ട് ഇതിലെ പങ്കാളിത്തം അവകാശപ്പെടുന്ന ആ ഉടമ്പടി ബന്ധത്തിൽ കാഴ്ചവെക്കേണ്ട നീതി പുലർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണം, ഞാൻ ആ യോഗ്യമാവണ്ണം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണം ഇതിൽ പങ്കെടുക്കുവാൻ. അല്ലെ? അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനായിട്ട് നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം, ആരാണ് അപ്പം നുറുക്കി ആരാധിക്കേണ്ടത്? നമ്മുടെ കുറിവാക്യം നമുക്കതൊന്ന് ചിന്തിക്കാം. പ്രവൃത്തികൾ 2:42 നമ്മൾ കുറിവാക്യമായിട്ട് എടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ ആ വേദഭാഗം ആദ്യമായിട്ട് കണ്ടപ്പോൾ അവിടുത്തെ പശ്ചാത്തലമൊക്കെ കണ്ടായിരുന്നു. അല്ലെ? പെന്തക്കോസ് നാളിൽ പത്രോസ് ഒന്നാമത്തെ സുവിശേഷ പ്രസംഗം നടത്തിയപ്പോൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് സഭയുടെ ഭാഗമായവർ പിന്നീട് ഒരുമിച്ച് പതിവായിട്ട് എന്ത് ചെയ്തു എന്ന് സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ കുറിവാക്യമായ പ്രവൃത്തികൾ 2:42. അവർ ഒന്നിച്ചുകൂടി അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു. പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് അവരപ്പം നുറുക്കി. അപ്പൊ ആരപ്പം നുറുക്കിയത്? സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് സ്നാനപ്പെട്ടവരാണ് സഭയോട് ചേർന്ന് അപ്പം നുറുക്കിയത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മുടെ ഉത്തരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അല്ലെ? അവിശ്വാസികളും സ്നാനപ്പെടാത്തവരും ഇതിൽ പങ്കെടുക്കരുത്. വളരെ വ്യക്തമല്ലേ അത്? അപ്പോസ്തല പ്രവൃത്തികൾ 2:42 നിന്ന് തന്നെ നമുക്ക് അത്രയും പറയാം. പിന്നീട് കൊരിന്ത്യ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കൊരിന്ത്യര് വിശ്വാസികളാണ്, അവർ സ്നാനപ്പെട്ടവരാണ്, അവരവിടെ കർത്തൃമേശയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പൗലോസ് പിന്നെ അതിന് ക്രമീകരണങ്ങൾ വചനപ്രകാരം നടത്തണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അവര് അവിശ്വാസികളല്ല. അപ്പൊ അവിശ്വാസികളാണെങ്കിൽ പോലും പിന്നെയും ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കേണ്ടതായിട്ടിരിക്കുന്നു. അല്ലെ? കൊരിന്ത്യ ലേഖനത്തിൽ കാണുന്ന പോലെ വിശുദ്ധിയും സ്നേഹവും കാഴ്ചവെച്ചുകൊണ്ട് യോഗ്യമാവണ്ണം ഇതിൽ ഭാഗമാകണം എന്നാണ് പൗലോസ് അവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. അല്ലെ? കർത്താവിനോടുള്ള എൻ്റെ ഉടമ്പടി ബന്ധം, ആ വിശ്വാസ ബന്ധത്തെ ഞാൻ പ്രതീകാത്മകമായിട്ട് കർത്തൃമേശയിലൂടെ പ്രസ്താവിക്കുകയാണ്. അപ്പോൾ ആ ബന്ധമുണ്ടോ? ഓക്കെ, ഞാൻ വിശ്വാസിയാണ്, ഞാൻ സ്നാനപ്പെട്ടവനാണ്, ശരി. ആ ബന്ധത്തിൽ നടക്കുന്നുണ്ടോ?
അല്ലെ? ചുറ്റുമുള്ള വിശ്വാസികളുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നു? അതാണ് കർത്താവിന്റെ ആത്മീയ ശരീരം, അതുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നു? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അല്ലാതെ സ്വാർത്ഥതയിൽ നടക്കുന്ന, അന്നത്തെ കാലത്ത് കൊരിന്ത്യ സഭയിൽ അതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. കർത്തൃമേശയോട് ചേർന്നുള്ള ഒരു അത്താഴമുണ്ട്, സ്നേഹ വിരുന്ന്, അല്ലെ? നമ്മളൊക്കെ സഭയിൽ പോകുമ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറുണ്ടല്ലോ. എന്ന് പറഞ്ഞതുപോലെ അവിടെ ഒരു സ്നേഹവിരുന്നുണ്ടെങ്കിൽ ഈ സ്നേഹവിരുന്നിന് കടന്നു വരുമ്പം ഓരോരുത്തർ തോന്നിയ പോലെയൊക്കെയാണ് കഴിക്കുന്നത്. അല്ല ആർക്കും വേണ്ടി, മറ്റൊരുത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ സ്വാർത്ഥ താല്പര്യത്തിൽ വിശക്കുന്നു ഞാൻ കഴിക്കാൻ പോവാ, അല്ലാതെ ഒരുമിച്ച് കൂടി കഴിക്കുകയല്ല. എൻ്റെ ചോറ്റുപാത്രം തുറന്ന് ഞാൻ അങ്ങ് തിന്നും, നിങ്ങൾ വേണേ തിന്നോ എന്നൊക്കെ ഉള്ള രീതിയിൽ വളരെ സ്വാർത്ഥപരമായിട്ടായിരുന്നു അവർ ആ സ്നേഹവിരുന്ന് ആചരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർത്താവിൻ്റെ അപ്പോസ്തലൻ പറയുന്നത്, ഇതെന്തോന്ന് സ്നേഹം, ഇതെന്തോന്ന് ശരീരം, എന്നിട്ട് നിങ്ങൾ വന്ന് കത്രുമേശയിൽ അപ്പം മുറിക്കുമ്പോൾ അത് കത്രുമേശയാകുകയില്ല. അപ്പോൾ സ്നേഹവും വിശുദ്ധിയും ഒക്കെ കാത്തു സൂക്ഷിച്ച് വേണം യോഗ്യമാവണ്ണം. ഇതിലൂടെ നിങ്ങൾ പ്രസ്താവിക്കുന്ന ഉടമ്പടി സത്യത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ഭാഗമാകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് കാപട്യമാകും. അല്ലെ? നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആത്മീയ യാഥാർത്ഥ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളിത് ഭക്ഷിച്ചാൽ അത് ശിക്ഷാവിധിയായി പോകും, കപടഭക്തിയായി പോകും. അല്ലെ? അപ്പോൾ അവനുമായിട്ടൊരു ബന്ധം ആദ്യം വേണം. അവിശ്വാസികളും സ്നാനപ്പെടാത്തവരും ഇതിൽ ഭാഗമാകാൻ പാടില്ലെന്നുള്ളത് വചനത്തിൽ നമ്മൾ കാണുന്ന ആ ഒരു മാതൃകയിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ, അവനുമായി അത്തരമൊരു കൂട്ടായ്മയില്ലെങ്കിൽ, പിന്നെ എന്തോ ഇതിലൂടെ പ്രതീകാത്മകമായിട്ട് നമുക്ക് ഈ അടയാള സൂചകമായിട്ട് എന്ത് കാണിക്കാനാണ്? അങ്ങനെ ഒരു യാഥാർത്ഥ്യമേ ഇല്ല. വിശ്വസിച്ചിട്ടില്ല, അവന്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനത്തിലൂടെ യേശുവിനോട് ഐക്യപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഈ പ്രതീകാത്മകമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഒരു യാഥാർത്ഥ്യവും ഇല്ല. അപ്പൊ പിന്നെ ഇതിൽ പങ്കെടുത്താൽ അതൊരു കാപട്യമാകും, ശിക്ഷാവിധി കടന്നു വരും. അല്ലെ? ഇനി വിശ്വാസിയാണെങ്കിൽ പോലും അയോഗ്യമായ രീതിയിൽ ഈ അത്താഴത്തിൽ പങ്കുചേരുവാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ശോധന ചെയ്യണം, നിങ്ങൾ ചോദിക്കണം, ഞാൻ ഈ അത്താഴത്തിലൂടെ പ്രസ്താവിക്കുന്ന വിശ്വാസം കാത്തുസൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? എൻ്റെ ദൈവവുമായിട്ടുള്ള വിശുദ്ധ ജീവിതവും എൻ്റെ കൂട്ടുവിശ്വാസികളുമായിട്ടുള്ള സ്നേഹജീവിതവും, ഇത് രണ്ടും നമ്മൾ ഒന്ന് ശോധന ചെയ്യണം. ഞാൻ ഈ കർത്താവിൻ്റെ ശരീരത്തിന് കൊടുക്കുന്ന ആദരവ് എൻ്റെ വിശുദ്ധ ജീവിതത്തിൽ ഞാൻ കാഴ്ചവെക്കുന്നുണ്ടോ? ഞാൻ കർത്താവിൻ്റെ ശരീരത്തിന് കൊടുക്കുന്ന ആദരവ് അവൻ്റെ ആത്മീയ ശരീരമായ സഭയ്ക്ക് കൊടുക്കുന്നുണ്ടോ? അത് ചോദിച്ചിട്ട് വേണം, കർത്താവേ നിന്റെ ശരീരത്തെ ഞാൻ ബഹുമാനിക്കുന്നു, നിന്റെ ശരീരത്തിനായി ഞാൻ സ്തോത്രം പറയുന്നു എന്ന് പറഞ്ഞ് ഈ അടയാളങ്ങളിൽ ഭാഗമാകേണ്ടത്. കണ്ടോ? അപ്പൊ ആരാണ് അപ്പം നുറുക്കി ആരാധിക്കേണ്ടത്? കർത്താവായ യേശുമായുള്ള നമ്മുടെ കൂട്ടായ്മയുടെ പ്രതീകാത്മക അത്താഴമാണ് കത്രുമേശ. അതുകൊണ്ട് തന്നെ വാസ്തവമായി ആത്മീയ തലത്തിൽ അങ്ങനെ ഒരു കൂട്ടായ്മ കർത്താവുമായി ഉള്ളവർക്ക് മാത്രമേ ഈ അത്താഴത്തിലൂടെ അത് സൂചിപ്പിക്കാൻ കഴിയൂ. അതിനാൽ സ്നാനപ്പെട്ട് സുവിശേഷത്തിലൂടെ ലഭിച്ചിരിക്കുന്ന വിശുദ്ധ വിളിയോട് നീതി പുലർത്തുന്ന വിശ്വാസികൾ മാത്രമാണ് അപ്പം നുറുക്കി ആരാധിക്കേണ്ടത്. അതിന്റെ അർത്ഥം തികഞ്ഞവരാകണമെന്നല്ല, ആത്മാർത്ഥതയോടെ ജീവിക്കുന്നവരായിരിക്കണം, സത്യസന്ധമായിട്ട് ജീവിക്കുന്നവരായിരിക്കണം എന്നേ ഉള്ളൂ. അല്ലാതെ ഒരു പാപവും ചെയ്യാത്തവരെന്നല്ല. ഇത് പാപികൾക്ക് വേണ്ടി നുറുക്കപ്പെട്ട ചൊരിഞ്ഞ ശരീരത്തിന്റെയും രക്തത്തിന്റെയും അടയാളങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ പാപമെല്ലാം മാറി അങ്ങ് നിങ്ങൾ തികഞ്ഞവരാകണമെന്നല്ല, പക്ഷെ ഒരു കുറ്റമറ്റ ഒരു ആർക്കും നിങ്ങളെ കാപട്യം നിറഞ്ഞവരാണെന്ന് പറയാൻ സാധിക്കരുത്. കപടത പാടില്ല. എനിക്ക് പാപങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ ഏറ്റുപറഞ്ഞ് ഞാൻ കർത്താവുമായിട്ട് ആത്മാർത്ഥതയോടെ സത്യസന്ധമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതിൽ ഭാഗമാകാം. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഈ അത്താഴത്തിൽ ഭാഗവുമാകും എന്ന വിശുദ്ധിയിലൊന്നും ജീവിക്കത്തൂല, മനഃപൂർവ്വം സഭയെ ഒരു ബഹുമാനമില്ല, സ്നേഹമില്ലാതെ അങ്ങനെ മനഃപൂർവ്വ പാപങ്ങളിലൊക്കെ അറിഞ്ഞുകൊണ്ട് കാപട്യത്തിൽ ജീവിക്കരുതെന്നാണ് ഇതിന്റെ അർത്ഥം. ഈ യോഗ്യമാം വണ്ണം ഇതിൽ വന്ന് ഭാഗമാകണം എന്ന് പറയുമ്പോൾ അതാണ് ശോധന ചെയ്യേണ്ടത്. അറിഞ്ഞുകൊണ്ട് ഞാൻ വല്ല പാപമൊക്കെ ചെയ്തേച്ച് ഇതിൽ വന്ന് ഭാഗമാകാൻ പാടില്ല, അല്ലേ? അപ്പോൾ നിങ്ങൾ തികഞ്ഞവരാകണമെന്നല്ല, ഇതിലൂടെ പ്രസ്താവിക്കുന്ന ആ സത്യത്തെ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് ആത്മാർത്ഥമായിട്ട്, അത് തന്നെയാണ് ഞാൻ പിന്തുടരുന്നത് എന്ന് പറയുന്നവരാണ് ഇതിൽ ഭാഗമാകേണ്ടത്. ശരി, നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എപ്പോഴാണ് അപ്പം നുറുക്കി ആരാധിക്കേണ്ടത്? ഈ വിഷയം ഒരു ഉപദേശമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വചനത്തിൽ അങ്ങനെ ഒരു ഉപദേശമായിട്ട് പഠിപ്പിച്ചിട്ടില്ല. കാരണം അങ്ങനെ ഒരു ആവശ്യം അന്നത്തെ കാലത്ത് ഇല്ലായിരുന്നു. ഒരു ചരിത്ര പശ്ചാത്തലം അങ്ങനെ ഉപദേശം കൊടുക്കേണ്ട രീതിയിൽ അന്നത്തെ കാലത്ത് ഇല്ലായിരുന്നു. പക്ഷെ നമുക്ക് അപ്പോസ്തലന്മാരുടെ മാതൃക അവർ ചെയ്തിരുന്നത് എന്താണെന്ന് വചനത്തിൽ നിന്ന് കാണുവാൻ കഴിയും. ഇതിനൊരു ഉത്തരമില്ലെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇതിനൊരു ഉത്തരമൊക്കെ വചനത്തിലുണ്ട്. പിന്നെ എടുത്തു പറഞ്ഞിട്ടില്ല നിങ്ങൾ എപ്പോൾ ഇത് ചെയ്യണം എന്നുള്ളത്. പക്ഷെ എപ്പോൾ അവർ ചെയ്തു എന്നുള്ളത് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ വേണമെങ്കിൽ ഇത് ഉത്തരം കണ്ടെത്താനൊക്കെ കഴിയും. പക്ഷെ പല സഭക്കാരും പറയുന്നു ഇതിന് ഉത്തരവൊന്നും അങ്ങനെ വ്യക്തമായിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ഇത് എപ്പോൾ നടത്തിയാലും കുഴപ്പമില്ല. ചില സഭക്കാർ മാസത്തിൽ ഒരിക്കൽ ഇത് നടത്തും. വേറെ ചില സഭക്കാരുണ്ട്, അവർ വചനത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളെല്ലാം കർത്തൃമേശയായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇത് എല്ലാ ഞായറാഴ്ചയൊന്നും നടത്താനൊന്നും പറ്റത്തില്ല. മാസത്തിൽ ഒന്നാം ഞായറാഴ്ചയും നടത്താൻ പറ്റത്തില്ല. വർഷത്തിൽ ഒരു 2-3 പ്രാവശ്യം നടത്തിയാലായി. കാരണം അവർ കാല് കഴുകിയാലേ അപ്പം നുറുക്കാൻ പാടുള്ളൂ. അന്യോന്യമുള്ള എല്ലാ പാപങ്ങളും ഒക്കെ ഏറ്റുപറഞ്ഞ് നമ്മൾ തികഞ്ഞവരായിട്ട് വന്നാലേ കർത്തൃമേശ ആരാധിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പഠിപ്പിക്കുന്ന സഭകളുണ്ട്. കാല് കഴുകുന്നത് തെറ്റൊന്നുമില്ല, നല്ലൊരു കാര്യമാണ്, സഭയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ കാല് കഴുകിയാലേ കർത്തൃമേശ ആകത്തുള്ളൂ, ശരിക്കുള്ള വചനപ്രകാരമുള്ള കർത്തൃമേശ ആകത്തുള്ളൂ എന്ന് വചനത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ശരിയാണ്, കർത്തൃമേശ സ്ഥാപിച്ച ആ പെസഹ നാളിൽ കർത്താവും ശിഷ്യരും ഒന്നിച്ചു കൂടിയപ്പോൾ കർത്താവ് അവരുടെ എല്ലാം കാല് കഴുകി. അത് നല്ലൊരു കാര്യമാണ്. കർത്തൃമേശയുടെ സമയത്ത് കാല് കഴുകുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ അത് ചെയ്താലേ കർത്തൃമേശ ആകത്തുള്ളൂ എന്ന് വചനത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. കർത്തൃമേശയാക്കുന്നത് കാല് കഴുകൽ ശുശ്രൂഷ ഉള്ളപ്പോഴല്ല, അല്ലെ? അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ എല്ലാ ആഴ്ചയൊന്നും നടത്താനൊന്നും പറ്റത്തില്ല. മാസത്തിൽ ഒരിക്കലും അത് നടത്താൻ പറ്റത്തില്ല. 200 പേരുള്ള ഒരു സഭയിൽ കാല് കഴുകി കർത്തൃമേശ നടത്തുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു 2-3 മണിക്കൂർ പോകും, അല്ലെ? അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ വചനത്തിൽ പറഞ്ഞിട്ടില്ലാത്ത പാരമ്പര്യമൊക്കെ കൂട്ടിച്ചേർത്ത് പല സഭകളിലും ഇത് ആണ്ടിലൊരു 2-3 പ്രാവശ്യം നടത്തുന്നത് എന്തോ ഒരു ഉത്സവം പോലെ മാറിയിരിക്കുകയാണ്. വചനത്തിൽ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. വചനത്തിൽ എന്താ കാണുന്നത് നിങ്ങളോടൊന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. പ്രവർത്തികൾ 20:7, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാനായി കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റന്നാൾ പുറപ്പെടാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിര വരെയും പ്രസംഗം നീട്ടി. ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം, അതായത് ഞായറാഴ്ച, ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ. അപ്പൊ ഇത് ചിലരൊക്കെ പറയുന്നത് അന്നത്തെ ഞായറാഴ്ച അവർ അപ്പം നുറുക്കുവാൻ കൂടി വരുന്നൊരു ഞായറാഴ്ച ആയിരുന്നു, അതാണ് ഈ വാക്കിന്റെ അർത്ഥം എന്നാണോ ഈ വാക്കിന്റെ അർത്ഥം? ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാനായി കൂടി വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഞായറാഴ്ച അപ്പം നുറുക്കുന്ന ഞായറാഴ്ച ആയിരുന്നു, മാസത്തിന്റെ 1-ാമത്തെ ഞായറാഴ്ച ആയിരുന്നു എന്നാണോ അതിന്റെ അർത്ഥം? അപ്പൊ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ്. ബുധനാഴ്ച വൈകുന്നേരം ഞങ്ങൾ ബൈബിൾ സ്റ്റഡിക്കായിട്ട് കടന്നു വന്നപ്പോൾ കറണ്ട് പോയി എന്ന് പറഞ്ഞാൽ ആ ഒരു ബുധനാഴ്ച ബൈബിൾ സ്റ്റഡി നടത്തുന്ന ഒരു ബുധനാഴ്ചയായിരുന്നു, മറ്റു ബുധനാഴ്ചകളിലൊന്നും ബൈബിൾ സ്റ്റഡി ഒന്നും ഇല്ല എന്നാണോ അതിന്റെ അർത്ഥം? ബുധനാഴ്ച വൈകുന്നേരം ഞങ്ങൾ ബൈബിൾ സ്റ്റഡിക്കായിട്ട് കടന്നു വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ ബുധനാഴ്ചയിലും ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? അതോ ആ ഒരു ബുധനാഴ്ച മാത്രം എന്നാണോ? നിങ്ങൾ അതിനൊന്ന് ചിന്തിച്ച് ഉത്തരം പറഞ്ഞേ. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ കൂടി വരുന്നതിന്റെ ലക്ഷ്യം തന്നെ അപ്പം നുറുക്കുവാനായിരുന്നു എന്നാണ് ഈ വചനം പറയുന്നത്. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാനായി കൂടി വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ കൂടി വന്നിരുന്നത് അപ്പം നുറുക്കുവാനായിരുന്നു. അപ്പൊ അത് വളരെ വ്യക്തമാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന്. ഇത് ഏതെങ്കിലും ഒരു ഞായറാഴ്ച അവർ ചെയ്യുന്ന കാര്യമല്ല. എല്ലാ ആഴ്ചവട്ടത്തിന്റെയും 1-ാം ദിവസം എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ അപ്പം നുറുക്കുവാനായി കൂടി വരുമായിരുന്നു. അപ്പൊ ഞായറാഴ്ചകളിലെ ആരാധനയുടെ ഉദ്ദേശം തന്നെ, കൂടിവരവിന്റെ ഉദ്ദേശം തന്നെ ഇത് തന്നെയായിരുന്നു. നമ്മൾ ആദ്യമേ കണ്ടായിരുന്നു, ക്രിസ്തീയ സഭാ ആരാധനയെ മറ്റെല്ലാ ആരാധനകളിൽ നിന്നും വ്യത്യസ്തമാക്കിയിരുന്നത് അപ്പം നുറുക്കിയുള്ള ആരാധനയാണ്. പ്രസംഗം കേൾക്കാനും സങ്കീർത്തനങ്ങൾ പാടാനും അന്യോന്യമുള്ള കൂട്ടായ്മ ആചരിപ്പാനും പ്രാർത്ഥിക്കാനും ഒക്കെ വേണമെങ്കിൽ യഹൂദ പള്ളിയിലും പറ്റും, അവിടെയും ഇതെല്ലാം ഉണ്ട്. എന്നാൽ യഹൂദ പള്ളിയിലോ ആരാധനാലയത്തിലോ ദേവാലയത്തിലോ ഒന്നും ഇല്ലാത്ത ഏക കാര്യം, ക്രിസ്തീയ സഭാ ആരാധനയിൽ മാത്രം ആദിമസഭയ്ക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏക കാര്യം അപ്പം നുറുക്കിയുള്ള ആരാധനയാണ്. അതിന് സഭായോഗത്തിലേ കഴിയുകയുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ അതിനായിട്ട് കൂടി വന്നപ്പോൾ പിന്നെ പൗലോസിന് രാത്രി വരെ പ്രസംഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് ഈ വാക്യം പറയുന്നത്. അപ്പോൾ വചനത്തിൽ നമ്മൾ കാണുന്ന മാതൃക, എല്ലാ ഞായറാഴ്ചയും അവർ ഒന്നിച്ചുകൂടി സഭാ ആരാധനയ്ക്ക് കടന്നു വരുന്നത്, ഇതാണ് അവരുടെ മുഖ്യ ലക്ഷ്യം. ഈ ഒത്തുചേരലിന്റെ ഉദ്ദേശം തന്നെ ഇതായിരുന്നു. കർത്താവിന്റെ ദിവസം, അവൻ ഉയർത്തെഴുന്നേറ്റ ഞായറാഴ്ച ദിവസം, കർത്തൃദിവസത്തിൽ കർത്താവിനെ അപ്പം നുറുക്കി ഓർത്ത് ആരാധിക്കണം കേട്ടോ. അപ്പൊ ഈ ഞായറാഴ്ച ആരാധനയുടെ ഉദ്ദേശം തന്നെ അതാണ്, അല്ലെ? പ്രസംഗം ഏത് ദിവസവും കേൾക്കാം, കൂട്ടായ്മ ഏത് ദിവസവും ആകാം, പ്രാർത്ഥന ഏത് ദിവസവും ആകാം, അല്ലെ? പക്ഷെ കർത്തൃദിവസത്തിൽ സഭാരാധന കൂടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നുറുക്കുവാൻ ഒന്നിച്ചുകൂടി. യഹൂദന്മാരുടെ കാര്യം അറിയാലോ, അവരെ ശനിയാഴ്ചകളിലാണ് അവരുടെ ശബത്ത് നാൾ. ഈ ശനിയാഴ്ചയിൽ നിന്ന് ക്രിസ്തീയ സഭ
ഞായറാഴ്ചയിലേക്ക് ആരാധന എന്തിനു മാറ്റിയെന്ന് ചോദിച്ചാൽ ഈ വാക്യം മതി. ഒന്നാം ദിവസം അവർ ഒന്നിച്ചുകൂടി അപ്പം നുറുക്കി. അപ്പം നുറുക്കുന്ന ദിവസം ഞായറാഴ്ച ദിവസമാണ്. അതിൽ ഒരു സഭകൾക്കും തർക്കമില്ല, അല്ലേ? പിന്നെ ശനിയാഴ്ചയാണെന്ന് പറയുന്ന ചില കൂട്ടരുണ്ട്, അത് തെറ്റാണ്. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പുതിയ നിയമസഭയുടെ ആരാധനാ ദിവസം ഞായറാഴ്ചയാണ്. അന്ന് എന്തിനാ അവർ കൂടിക്കൊണ്ടിരുന്നത്? അപ്പം നുറുക്കുവാൻ കൂടി വന്നു. അപ്പോൾ ഇവിടെ രണ്ട് കാര്യമുണ്ട്. ഞായറാഴ്ച ദിവസത്തിൽ കൂടി വരുന്നത് അപ്പം നുറുക്കുവാനാണ്. എല്ലാ ഞായറാഴ്ചയിലും അത് ചെയ്യുമായിരുന്നു. ചിലർ പറയും അന്നത്തെ ദിവസം അപ്പം നുറുക്കുന്ന ഒരു ദിവസം ആയിരുന്നപ്പോൾ. അല്ലല്ല, ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒന്നാം ദിവസത്തെ ആരാധനയുടെ ലക്ഷ്യം തന്നെ അപ്പം നുറുക്കുക എന്നുള്ളതാണ്. അല്ലെ, നേരത്തെ ഞാൻ പറഞ്ഞല്ലേ, ബുധനാഴ്ചയിൽ ബൈബിൾ സ്റ്റഡി ആയിട്ട് നമ്മൾ കടന്നു വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ ബുധനാഴ്ചയും ബൈബിൾ സ്റ്റഡി ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ വെക്കണം. ഇനി കൊരിന്ത്യ സഭയുടെ നമ്മുടെ ആ ഉപദേശത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 1 കൊരിന്ത്യർ 11 ഈ കർത്തൃമേശയെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്. ആ 11 അധ്യായത്തില് 5 പ്രാവശ്യം പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാചകം നിങ്ങളൊന്ന് നോക്കിക്കേ. 1 കൊരിന്ത്യർ 11 17, 18, 20, 33, 34 ഈ വാക്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഈ അടിവര ഇട്ടിരിക്കുന്ന ഭാഗങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാൻ ഈ വാക്യങ്ങളൊക്കെ ഒന്ന് വായിക്കാം. 11 17 നിങ്ങൾ കൂടി വരുന്നതിനാൽ. 11 18 നിങ്ങൾ സഭ കൂടുമ്പോൾ. 11 20 നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത്. 11 33 നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിപ്പണം. 11 34 നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുക. അല്ലെ, അപ്പൊ ഇവിടെയൊക്കെ കണ്ടോ, നിങ്ങൾ കൂടി വരുന്നത്, നിങ്ങൾ സഭ കൂടുമ്പോൾ, നിങ്ങൾ കൂടി വരുമ്പോൾ, നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ, നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ. ഇതെല്ലാം ഒരേ അധ്യായത്തില് ഒരു 7 വാക്യങ്ങൾക്കിടയിലാണിത്. അത് ഒരേ കാര്യത്തെ അപ്പൊ സൂചിപ്പിക്കുന്നത്, ഒരേ യോഗത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. അല്ലെ, ഞായറാഴ്ച നിങ്ങൾ ഒന്നിച്ചുകൂടി സഭയായിട്ട് ആരാധിക്കുന്ന ആ യോഗത്തെ വിശേഷിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന 5 പ്രയോഗങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇതെന്തുകൊണ്ടാണ് അപ്പോസ്തലൻ ഇങ്ങനെ മാറ്റി മാറ്റി പറയാൻ പറ്റുന്നത്? നിങ്ങൾ സഭയായിട്ട് കൂടി വരുമ്പോൾ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ കൂടി വരുമ്പോൾ എന്ന് വേണേൽ പറയാം. നിങ്ങൾ കൂടി വരുമ്പോൾ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്നും പറയാം. കാരണം എന്താണ്? ഇതെല്ലാം ഒരേ യോഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ കണ്ടോ, നിങ്ങൾ കൂടി വരുന്നത്, നിങ്ങൾ സഭ കൂടുന്നത്, നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുന്നത്, നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത്. അപ്പൊ ഇതെല്ലാം പര്യായങ്ങളാണ്, അല്ലേ? ഇതെല്ലാം ഒരേ യോഗത്തെ, അല്ലാതെ 5 യോഗങ്ങളല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലേ, നിങ്ങൾ സഭ കൂടുമ്പോൾ അത് ഞായറാഴ്ചത്തെ കാര്യം, നിങ്ങൾ പിന്നെ ഒരുമിച്ച് കൂടുന്നത് അത് വേറെ ദിവസത്തെ യോഗം എന്നല്ലല്ലോ. എല്ലാം ഒരേ യോഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് മനസ്സിൽ വെച്ച് 11 20 വായിച്ചേ. നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത്താഴം കഴിക്കാനാണ് കൂടി വരുന്നത്. പിന്നെ അവിടെ വചനപ്രകാരം അവർ പലതും പാലിക്കാത്തത് കൊണ്ടാണ് അത് അത്താഴമല്ലെന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ വിഷയം ഒന്ന് ചിന്തിച്ചേ. എപ്പോഴൊക്കെ അപ്പം നുറുക്കി ആരാധിക്കണം? നിങ്ങൾ സഭയായിട്ട് കൂടി വരുമ്പോഴൊക്കെയും കർത്താവിന്റെ അത്താഴം അവരാചരിക്കുന്നുണ്ടായിരുന്നു. അല്ലെ, അവർ കൂടി വരുമ്പോൾ, അവർ സഭയായിട്ട് കൂടി വരുമ്പോൾ, അവർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടുമ്പോൾ, അവർ സ്നേഹവിരുന്നിന് വേണ്ടി ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ കർത്താവിന്റെ അത്താഴം ഉണ്ടായിരുന്നു. അപ്പൊ കൊരിന്ത്യ സഭയിലും സഭയായിട്ട് അവർ ഞായറാഴ്ച ദിവസം കൂടി വന്നപ്പോൾ എന്തുണ്ടായിരുന്നു? കർത്തൃമേശ ഉണ്ടായിരുന്നു. അല്ലെ, 1 കൊരിന്ത്യർ 11 കൊരിന്ത്യ സഭയുടെ കൂടിവരവുകളെ സംബന്ധിച്ച് അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന ഈ 5 വിവരണങ്ങളും ഒരേ വിഷയത്തെ പ്രതിപാദിക്കുന്നത് കൊണ്ട്, അതൊരു പര്യായ പദമായതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് എന്ത് പറയാം? കൊരിന്തിൽ അവർ സഭയായിട്ട് ഒരുമിച്ച് ഒരിടത്ത് കൂടി വരുമ്പോഴൊക്കെയും കർത്താവിന്റെ അത്താഴം ഭക്ഷിക്കുമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അവർ കൂടി വരുന്നത് തന്നെ. അപ്പോ വചനത്തിൽ നമ്മൾ കാണുന്ന അപ്പോസ്തല പ്രവൃത്തികളായാലും കൊരിന്ത്യ സഭയിലായാലും ഇത് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ, അല്ലെ, അവർ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെയും അവർ ഇത് പാലിക്കുമായിരുന്നു. അപ്പോൾ ചിലർ പറയാറുണ്ട് 1 കൊരിന്ത്യർ 11 നമ്മൾ വായിച്ച ആ വേദഭാഗം ഉണ്ടല്ലോ, അതിൽ 24-ലും 25-ലും ഒക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് 25-ാം വാക്യം ഒന്ന് നോക്കിയേ. കർത്താവിന്റെ വാക്കുകളാണ്. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും. അല്ലേ, 26-ൽ അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും. അപ്പോൾ ഈ 2 വാക്യങ്ങൾ എടുത്തിട്ട് പലരും പറയും, എപ്പോഴൊക്കെ നിങ്ങൾ ഇത് കഴിക്കും അപ്പോഴൊക്കെ ഇത് നിങ്ങൾ പാലിക്കണം. അതുകൊണ്ട് അങ്ങനൊരു ക്രമമൊന്നും വെച്ചിട്ടില്ല. എപ്പോഴൊക്കെ ഇത് നിങ്ങൾ ചെയ്യുമോ ഈ വചനമൊക്കെ പാലിക്കണം, അല്ലേ? അപ്പൊ പറ്റുമ്പോഴൊക്കെ ഇത് ചെയ്താൽ മതി. അങ്ങനെയാണ് ഒരു ഞായറാഴ്ച മതി, അല്ല വർഷത്തിൽ 4 പ്രാവശ്യം മതി, 3 പ്രാവശ്യം മതി, 2 പ്രാവശ്യം മതി എന്ന് പലരും വാദിക്കുന്നത്. പറ്റുമ്പോഴൊക്കെ അപ്പം നുറുക്കിയാൽ മതി, പിന്നെ ചെയ്യുമ്പോഴൊക്കെ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഉപദേശവും നമ്മൾ പാലിക്കണം, അത്രയേ ഉള്ളൂ.
അതാണോ ഈ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം? അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ കണ്ട വാക്യം 20:7, ഈ 1 കൊരിന്ത്യരിൽ നമ്മൾ കണ്ട ആ 5 വിവരണങ്ങളും, ഒരേ യോഗത്തെ സൂചിപ്പിക്കുന്ന 5 വിവരണങ്ങൾ, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ കണ്ടത് അപ്പോസ്തോലിക സഭ എവിടെല്ലാം ഞായറാഴ്ച കൂടുമായിരുന്നു അവർ അപ്പം നുറുക്കുക എന്നുള്ള ഏകലക്ഷ്യത്തോടാണ് കൂടിയിരുന്നത്. ക്രിസ്തീയ സഭ ആരാധനയുടെ ഏറ്റവും വിശിഷ്ടമായ, അതിനെ ക്രിസ്തീയ ആരാധനയാക്കി മാറ്റുന്ന ഏറ്റവും വിശിഷ്ടമായ ആരാധന പ്രവൃത്തി എന്ന് പറയുന്നത് ഈ കർത്തൃമേശയാണ്. അപ്പോൾ പറ്റുമ്പോഴൊക്കെയും അപ്പം നുറുക്കി കർത്താവിനെ ഓർത്താൽ മതി എന്ന വാദം ശരിയല്ല. കർത്തൃദിവസത്തിൽ സഭ കൂടി വരുന്നതേ അപ്പം നുറുക്കി ആരാധിക്കുവാൻ എന്ന ഉദ്ദേശത്തോടെയാണെങ്കിൽ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും, ആ ഒക്കെയും എന്ന് പറയുന്ന വചനം ഉദ്ദേശിക്കുന്നത് എല്ലാ ഞായറാഴ്ചകളിലും തന്നെയാണ്. പക്ഷെ അത് ചെയ്യുമ്പോഴൊക്കെയും അവനെ ഓർക്കണം, അല്ലെ? അപ്പൊ ആ ഫ്രീക്വൻസി, ഇത് എത്ര പ്രാവശ്യം ആവർത്തിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും, അല്ലെ? മാത്രമല്ല ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു, 1 കൊരിന്ത്യർ 11 ഇവരെ അന്യോന്യ സ്നേഹമൊന്നും കാണിക്കാതെ ഈ കർത്തൃമേശ കഴിഞ്ഞുള്ള സ്നേഹവിരുന്നിൽ ഒരുത്തനിരുന്ന് ചോറ്റുപാത്രം തുറന്ന് അവനങ്ങ് തിന്നുന്നു, ഒന്നും പങ്കുവെക്കുന്നില്ല, അല്ലെ? ഞാൻ വീട്ടിൽ നിന്ന് വലിയ ചിക്കനൊക്കെ കൊണ്ടുവന്നിരിക്കാൻ, നിങ്ങൾ വല്ല പയറൊക്കെ തിന്നോ, കഞ്ഞിയാണെങ്കിൽ കഞ്ഞി, അല്ലെ? അങ്ങനെ അന്യോന്യം ഒന്നും ഒരു സ്നേഹവും കാണിക്കാതെ ഒരാൾ ഇതാ തിന്നേച്ച് പോയി കഴിഞ്ഞു, മറ്റവൻ ചോറ്റുപാത്രം തുറക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ അന്യോന്യ സ്നേഹമൊന്നും ഇല്ലായിരുന്നു, വിശുദ്ധി ഇല്ലായിരുന്നു, അല്ലെ? എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ച് ശിക്ഷാവിധിക്ക് വേണ്ടി ഇത് വന്ന് ഭാഗമാകുമായിരുന്നു. നമ്മുടെ കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. നമ്മൾ എന്താ പറയും? കർത്തൃമേശ കുറച്ചു നാളത്തേക്കൊന്ന് നിർത്താം, മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ആക്കാം, അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ദുരുപയോഗം ചെയ്യത്തില്ലല്ലോ. ഇതല്ലേ പലരും പറയുന്ന വാദം. കർത്തൃമേശ എല്ലാ ആഴ്ചയും കൊണ്ടുവച്ചാലേ അതിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകും. ഇവിടെ വിശുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ വായിച്ചത് ഓർമ്മയുണ്ടല്ലോ, 1 കൊരിന്ത്യർ 11:20 നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴമേ അല്ല കഴിക്കുന്നത് എന്ന് പറഞ്ഞ അപ്പോസ്തലൻ പക്ഷെ കർത്തൃമേശ നിർത്തിയോ? എന്നാ പിന്നെ കുറച്ച് നാളത്തേക്ക് വേണ്ട, ഒരു 6 മാസത്തേക്ക് നിർത്തിയാൽ ഞാൻ വരുമ്പോൾ തുടങ്ങാം എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്, 1 കൊരിന്ത്യർ 11 പൗലോസ് കർത്താവിന്റെ മേശയിൽ ശരിയായി പങ്കെടുക്കാതിരിക്കുന്ന കൊരിന്ത്യ സഭയോട് അതെപ്പോഴും അതങ്ങ് നിർത്തണം, അത് വെട്ടിച്ചുരുക്കണം എന്നൊന്നും പറയുന്നില്ല. പിന്നെന്താണ്? യോഗ്യമായി എടുക്കാൻ കൊരിന്ത്യരെ പ്രബോധിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അതുകൊണ്ട് പ്രതിവാര കർത്തൃമേശ അതിന്റെ ദുരുപയോഗത്തിൽ കലാശിക്കുമെന്നും അതിനാൽ അതിന്റെ പവിത്രത സംരക്ഷിക്കാൻ നാം ഇടയ്ക്കിടയ്ക്ക് മാത്രം അത്താഴം കഴിക്കണമെന്നുമുള്ള വാദം അപ്പോസ്തോലിക ചിന്തയല്ല. പിന്നെ സഭയുടെ പിന്നീടുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എത്ര നൂറ്റാണ്ടുകളാണ് എല്ലാ ഞായറാഴ്ചയും എല്ലാ ക്രിസ്തീയ ആരാധനയിലും ഇതുണ്ടായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദിവ്യ ബലിയാണ് എന്നൊക്കെ പറയുന്ന തെറ്റായ ഉപദേശം വന്നപ്പോഴാണ് പ്രൊട്ടസ്റ്റന്റ് നവോത്ഥാന കാലഘട്ടത്തിൽ അന്നത്തെ കാലത്തെ ചില നേതാക്കൾ പറഞ്ഞു, എന്നാ പിന്നെ ഇത് കുറച്ച് കുറയ്ക്കാം, കത്തോലിക്കർ ഇതെടുത്ത് അങ്ങ് പൊക്കി വെച്ചിരിക്കുകയാണ്, നമുക്ക് ഇതങ്ങെടുത്ത് മാറ്റി വെച്ച് പ്രസംഗത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കാം എന്ന് പറഞ്ഞ് അത് അവർ മാറ്റി. പക്ഷെ അത് അപ്പോസ്തോലിക ചിന്തയല്ല. അപ്പോസ്തലൻ കൊരിന്ത്യ സഭയിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും പറഞ്ഞില്ല, എന്നാൽ പിന്നെ കുറച്ചു കാലത്തേക്ക് അതങ്ങ് മാറ്റി വെക്കുന്നു, അല്ലെ? പക്ഷേ പ്രൊട്ടസ്റ്റന്റ് നവീകരണ കാലഘട്ടത്തിലെ നേതാക്കന്മാർ അങ്ങനെ ചെയ്തു. അങ്ങനെയാണ് ഇത് കത്തോലിക്ക സഭയിൽ നിന്ന് നവീകരണം പ്രാപിച്ച കൂട്ടർ ഇത് പിന്നെ പതുക്കെ കുറയ്ക്കാൻ തുടങ്ങിയതും വർഷത്തിൽ 4 പ്രാവശ്യവും 1 പ്രാവശ്യവും ഒക്കെ ആക്കി ഇത് വലിയൊരു ഉത്സവമാക്കി അങ്ങ് മാറ്റി. പക്ഷേ അതുവരെയുള്ള 16-ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ക്രിസ്തീയ സഭാ ആരാധനയുടെ ചരിത്രം തെളിയിക്കുന്നത് അപ്പോസ്തലന്മാരെ പോലെ ഞായറാഴ്ചകൾ തോറും അവർ കൂടി വന്നിരുന്നത് അപ്പം നുറുക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അതാണ് വചനത്തിൽ നമ്മൾ കാണുന്ന ഉത്തരം. അപ്പൊ നമുക്ക് നമ്മുടെ പഠനം ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായി. എന്താണ് അപ്പം നുറുക്കിയുള്ള ആരാധന എന്ന് നമ്മൾ കണ്ടു. പ്രതീകാത്മകമായ ഒരു അത്താഴമാണിതിവിടെ. ഭൗതികമായ വസ്തുമാറ്റം ഒന്നും സംഭവിക്കാത്ത, ഒരു ദിവ്യബലിയുമല്ലാത്ത സാധാരണ ഒരു അപ്പം നുറുക്കി പാനപാത്രം കുടിച്ച് വിശ്വാസത്താൽ നമ്മൾ അടയാള സൂചകമായിട്ട് നമ്മുടെ കർത്താവിനെ ഓർക്കുകയും അവനുള്ള വിശ്വാസത്തെയും പ്രസ്താവിക്കുകയും അതുനിമിത്തം കർത്താവ് നീ ചെയ്ത പ്രവൃത്തിക്കായിട്ട് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ആ സ്നേഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അവനോട് നമ്മുടെ ആരാധന അർപ്പിക്കുകയാണ്. കർത്താവ്, നീയാണ് എൻ്റെ ജീവൻ്റെ ജീവൻ, നിന്നെ പോലെ ആരുള്ളൂ, നീ എന്നെ സ്നേഹിച്ചതുപോലെ ആരെ സ്നേഹിച്ചു, നീ തന്നെ ആയിരിക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഏക നിക്ഷേപവും ആദ്യ സ്നേഹവും എന്ന് ഏറ്റുപറയുകയാണ്. എങ്ങനെയാണ് ഇത് ആരാധിക്കേണ്ടത്? നമ്മൾ 3 കൽപ്പനകളുണ്ട്. അവനെ ഓർത്തുകൊണ്ട്, ശരീരത്തെ വിവേചിച്ചുകൊണ്ട്, നമ്മളെ തന്നെ ശോധന ചെയ്തുകൊണ്ട് ഇത് നുറുക്കുവാനും ഇതിൽ ഭാഗമാകുവാനും എനിക്ക് യോഗ്യതയുണ്ടോ എന്ന് പരിശോധിച്ച് വേണം ഇതിൽ ഭാഗമാകേണ്ടത്. വിശ്വാസികളാണ് ഇതിൽ ഭാഗമാകേണ്ടത്. സ്നാനപ്പെട്ട
വിശ്വാസികൾ ഈ ഉടമ്പടി ബന്ധത്തോട് നീതി പുലർത്തുന്ന, ഇതിലൂടെ പ്രസ്താവിക്കുന്ന ആ ഉടമ്പടി ബന്ധവും വിശുദ്ധിയും സ്നേഹവും കാത്തു സൂക്ഷിക്കുന്ന, അതിൽ ആത്മാർത്ഥതയോടെ നടക്കുവാൻ ശ്രമിക്കുന്നവർ മാത്രമാണ് ഇതിൽ ഭാഗമാകേണ്ടത്. എപ്പോഴാണ് അപ്പം നുറുക്കി ആരാധിക്കേണ്ടത്? എല്ലാ ഞായറാഴ്ചകളിലും സഭ ഒന്നിച്ചുകൂടി ആരാധിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ മാതൃക നമ്മളെ കാണിക്കുന്നത് അവർ അപ്പം നുറുക്കി ആരാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അപ്പം നുറുക്കി ആരാധിക്കുന്നതിൽ അവർ ഉറ്റിരുന്നു. അവസാനമായി വീണ്ടും ഒന്ന് ഓർപ്പിക്കട്ടെ, അപ്പം നുറുക്കി ആരാധിക്കണം. കർത്താവിൻ്റെ ക്രൂശുമരണത്തെ, അവൻ്റെ ത്യാഗസമ്പൂർണമായ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് ആ ആരാധന കടന്നു വരണം. എൻ്റെ ജീവൻ്റെ ജീവൻ നീയാണ് എൻ്റെ ഹൃദയത്തിലെ ഏക ആഗ്രഹം. നീ ഒഴികെ ഞാൻ ഒരു നന്മയും കാണുന്നില്ല കർത്താവേ, നീയാണ് എൻ്റെ നന്മ, നിന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് നീ മാത്രമാണ് എല്ലാം, ജീവൻ്റെ ജീവനാണ് നീ എന്ന് ഹൃദയത്തിൽ നിന്ന് നമ്മൾ അവനോട് ഏറ്റുപറയുന്നതാണ് ആരാധന. അങ്ങനെ അപ്പം നുറുക്കി കർത്താവിനെ ഓർത്തും അവൻ്റെ മരണത്തെ പ്രസ്താവിച്ചും നമുക്ക് അവനെ ആരാധിക്കണം, അല്ലെ? അങ്ങനെ ആരാധിക്കുവാൻ ഈ പഠനം നിങ്ങളെവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ ഈ വചന പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ആമേൻ.